ഓക്കെ, ഇപ്പൊ നമ്മുടെ ഈ ഒരു GST ട്രെയിനിങ് എന്ന് പറയുമ്പോൾ നമുക്ക് അതായത് ഇന്ന് സ്റ്റാർട്ട് ആയാൽ 20 days ആയിരിക്കും കണ്ടിന്യൂസ് ട്രെയിനിങ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ 20 days കൊണ്ട് നമുക്ക് ആദ്യം ഒരു GSTന്റെ ബേസ്, അതായത് ഇപ്പൊ നമ്മളിപ്പോ ഈ ക്ലാസ്സിൽ അറ്റൻഡ് ചെയ്യുന്ന നിങ്ങൾ കുറച്ചു പേര് സ്വന്തം ബിസിനസ് റൺ ചെയ്യുന്നവരാണ്. അപ്പൊ നിങ്ങളുടെ ബിസിനസ് സ്ഥാപനത്തിന്റെ GST ബന്ധപ്പെട്ട വർക്കുകൾ, അതായത് GSTന്റെ രജിസ്ട്രേഷൻ, അതുപോലെ GST റിട്ടേൺ ഫയലിംഗ്, മന്ത്ലി റിട്ടേൺസും ക്വാർട്ടർലി റിട്ടേൺസും ഇയർലി റിട്ടേൺസും, അപ്പൊ അതൊക്കെ നമുക്ക് എങ്ങനെ സ്വന്തമായിട്ട് ചെയ്യാം, അങ്ങനെ ബിസിനസ് ചെയ്യുന്നവർ ഈ ക്ലാസ്സിലുണ്ട്. ഓക്കെ, അതുപോലെ ഒരു കമ്പനിയിൽ, ഒരു ബിസിനസ് സ്ഥാപനത്തിൽ അക്കൗണ്ടന്റായി വർക്ക് ചെയ്യുന്ന അക്കൗണ്ട് സ്റ്റാഫ്, അവർക്കും ഈ ക്ലാസ്സിൽ ഇപ്പോൾ ഉണ്ട്. അപ്പൊ അവർക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് അറ്റൻഡ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾ ഇപ്പോൾ നിലവിൽ വർക്ക് ചെയ്യുന്ന കമ്പനിയിലെ, ചിലപ്പോൾ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥാപനത്തിന്റെ GST ഇപ്പോൾ പുറത്തു കൊടുത്തായിരിക്കും ചെയ്യുന്നത്, മറ്റ് പുറത്ത് ഏതെങ്കിലും ഒരു കൺസൾട്ടന്റ് ആവും ആ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു എക്സ്പെൻസ് കമ്പനിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഒരു അക്കൗണ്ടന്റായി നമ്മൾ ആ വർക്ക് ഇപ്പം ചെയ്യുന്നില്ല എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ക്ലാസ് കഴിഞ്ഞ ശേഷം GST സ്വന്തമായിട്ട് ഫയലിംഗ് ചെയ്യാൻ പഠിച്ച ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് കമ്പനിയോട് പറയാം, നമ്മുടെ കമ്പനീന്റെ GST പുറത്ത് കൊടുത്ത് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യേണ്ടതേ ഉള്ളൂ, ഞാൻ ചെയ്യാം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അത് മാത്രവുമല്ല, ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു അക്കൗണ്ടന്റ് ജോബ് അന്വേഷിക്കുന്ന ഒരു ആള്, ആ ആൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ടും ഈ ഒരു GSTന്റെ ഫയലിംഗ് അറിയാമെങ്കിൽ അതൊരു പ്ലസ് ആണ്. ഓക്കെ, ഒരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഉറപ്പായിട്ടും ജോലി കിട്ടാൻ ചാൻസ് ഒരുപാട് അധികമാണ്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ടും പഠിക്കേണ്ടത് പ്രാക്ടിക്കൽ ആയിട്ട് വരുന്ന GSTന്റെ റിട്ടേൺസ് ആണ്. അതായത് ഒരു ബിസിനസ് സ്ഥാപനം, GST രജിസ്റ്റേർഡ് ആയ ഒരു ബിസിനസ് സ്ഥാപനം മന്ത്ലി ആണ് എന്ത് ചെയ്യേണ്ടത്, റിട്ടേൺസ് ഫയൽ ചെയ്യേണ്ടത്. മന്ത്ലി GSTR 1 എന്നും GSTR 3B എന്നും GSTR 2A എന്നും, ഇനി പുതിയൊരു ഫോം വന്നു GSTR 2B. അതുപോലെ ഒരു എന്താ പറയാ, ക്വാർട്ടർലി ചെയ്യേണ്ട ബിസിനസ്സുകാരുണ്ട്, CMB 08ഉം. അതുപോലെ ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ GSTR 9, GSTR 9A, GSTR 4 എന്നീ ഫോംസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ നമുക്ക് പഠിക്കേണ്ടതാണ്. ഓരോ ഫോംസും അതിനകത്ത് എന്തെല്ലാം കോളംസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ GSTR 1 എന്ന് പറയുന്ന ഫോമിൽ 19 ബോക്സ് ഉണ്ട്, 19 ബോക്സ് ഉണ്ട്. അതെന്തൊക്കെയാണ്, ആ ഓരോ ബോക്സും എങ്ങനെ ഫില്ല് ചെയ്യാം. അതുപോലെ GSTR 3B എന്ന് പറഞ്ഞാൽ മന്ത്ലി ടാക്സ് അടയ്ക്കേണ്ട ഫോമാണ് GSTR 3B എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ GSTR 3B നമുക്ക് എങ്ങനെ ഫയലിംഗ് ചെയ്യാം. GSTR 3B എന്ന ഫോമിൽ 5 ബോക്സ് ഉണ്ട്. ആ 5 ബോക്സും എന്താണ്, അത് എങ്ങനെ നമുക്ക് ഫില്ല് ചെയ്യാം. ദെൻ മന്ത്ലി 1ഉം 3Bയും ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനം ഒരു വർഷം കംപ്ലീറ്റ് ആകുമ്പോൾ വാർഷിക റിട്ടേൺ ഫയൽ ചെയ്യണം, ആനുവൽ റിട്ടേൺ ഫോം GSTR 9. ആ GSTR 9 എന്ന് പറയുന്ന ഫോമിൽ അതിലും എന്തുണ്ട്, 19 ബോക്സ് ഉണ്ട്. ആ ഓരോ ബോക്സും എന്താണ്, അത് എങ്ങനെയാണെന്ന് പഠിക്കണം. ക്ലിയർ. ഓക്കെ, ഇപ്പോ 2 കോടിക്ക് മേലെയാണെങ്കിൽ GSTR 9 ചെയ്ത ശേഷം 9C ചെയ്യണം. ഈ വർഷമാണെങ്കിൽ 80-90 ആണ് ഇപ്പൊ ചെയ്യുന്നത് GSTR 9. അവർക്കാണെങ്കിലോ 5 കോടിക്ക് മേലെയാണെങ്കിൽ ചെയ്താൽ മതി. ഒരുപാട് അപ്ഡേഷൻസും ഒരുപാട് ചേഞ്ച് ഒക്കെ ഉണ്ട്. ഓക്കെ, പക്ഷെ നമുക്ക് ആ ഒരു ഫയലിംഗ് കാലം പഠിക്കണമെങ്കിൽ അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, GSTന്റെ ബേസ് മനസ്സിലാക്കണം. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, സോ GSTന്റെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ഈ ഒരു ക്ലാസ് ഡെമോ ക്ലാസ് ആണെങ്കിൽ പോലും ഈ ഫസ്റ്റ് ഡേ നമ്മൾ ബേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പൊ നാളെ മുതൽ നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ ഇന്ന് എടുത്തതിന്റെ ബാലൻസ് ആയി നാളെ കണ്ടിന്യൂ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ. അപ്പൊ നമുക്ക് GSTന്റെ ബേസ് മുതൽ സ്റ്റാർട്ട് ചെയ്യാം. ഈ GST എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഫുൾ ഫോം നമുക്കറിയാം അല്ലെ, എന്താ, ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അല്ലെ, എല്ലാവർക്കും അറിയാം. GST എന്ന് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ്. ഇതൊരു ഇൻഡയറക്ട് ടാക്സ് ആണ് അല്ലെ. ഡയറക്ട് ടാക്സും ഉണ്ട്, ഇൻഡയറക്ട് ടാക്സും ഉണ്ട്. ഡയറക്ട് ടാക്സ് ഇൻകം ടാക്സ് ആണ് അല്ലെ. അപ്പൊ ഇത് ഇൻഡയറക്ട് ടാക്സ് ആണ് GST. ഈ GST എന്ന് പറയുന്ന ഈ ഒരു ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം നമ്മുടെ ഇന്ത്യയില് എന്നാ ഇംപ്ലിമെന്റ് ചെയ്തേ? നമ്മുടെ ഇന്ത്യയിൽ ഇംപ്ലിമെന്റ് ആയത് എന്നാണ്? 3 വർഷം മുമ്പ് അല്ലെ, 3 years ബിഫോർ.
3 വർഷം മുമ്പ്, അതായത് 2017 ജൂലൈ 1 അല്ലെ? 2017 ജൂലൈ 1 ആണ് എന്ത് ചെയ്തത്? ജൂലൈ 1 ആണ് നമ്മുടെ ഇന്ത്യയിൽ GST എന്ന് പറയുന്ന ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ആയത്. ക്ലിയർ? ഓക്കെ. GST എന്ന് പറയുന്ന ഇൻഡയറക്ട് ടാക്സ് സിസ്റ്റം ഇംപ്ലിമെന്റ് ആയത് 17 ജൂലൈ 1 മുതലാണ്. എന്നാൽ ഈ 17 ജൂലൈ 1 അതിന് മുമ്പ്, GST വരും മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ എന്തായിരുന്നു അവസ്ഥ? ടാക്സ് ഉണ്ടായിരുന്നു, GST അല്ല. അതിനു മുമ്പ് എന്തായിരുന്നു ഇവിടെ ഉണ്ടായിരുന്ന ടാക്സ്? അത് പഠിക്കാം. അതൊന്ന് മനസ്സിലാക്കിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? GSTയിലേക്ക് വരാം. ഓക്കെ, കുറച്ചും കൂടെ ഐഡിയ കിട്ടും. ഓക്കെ, അതായത് നമ്മുടെ ഇപ്പം പറയാൻ പോകുന്ന കാര്യങ്ങൾ 17 ജൂലൈ 1 അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ എന്തായിരുന്നു അവസ്ഥ ഇൻഡയറക്ട് ടാക്സ് ബന്ധപ്പെട്ട്, അതാ പറയാൻ വേണ്ടി പോകുന്നത്. ക്ലിയർ? ഓക്കെ. അതായത് നമുക്കറിയാം, നമ്മുടെ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒരു ദിവസം ഒരുപാട് വ്യത്യസ്തമായ ഇടപാടുകൾ അല്ലെ, ട്രാൻസാക്ഷൻസ് നടക്കും. ക്ലിയർ? നമുക്ക് മറ്റൊരു പേര് വിളിക്കാം ബിസിനസ് ഈവന്റ്സ്. എന്തൊക്കെയാ? ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ഒരു ബിസിനസ് ഈവന്റ് ആണ്. ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു, സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ഒരു ബിസിനസ് ഈവന്റ് ആണ്. അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നു, ഒരു ബിസിനസ് ഈവന്റ് ആണ് അല്ലെ? ഒരു ഗുഡ്സ് മാനുഫാക്ചറിങ് ചെയ്യുന്നു, അതും ഒരു ബിസിനസ് ഈവന്റ് ആണ്. ഒരു ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ് ഫ്രം അതർ കൺട്രി, അതും ഒരു ബിസിനസ്സിലെ ഈവന്റ് ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം. അതിൽ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു എന്ന് പറയുന്ന കാര്യം ഒറ്റ ടേമിൽ പറയാം നമുക്ക് അല്ലെ? ഗുഡ്സ് മേടിച്ച് ആ ഗുഡ്സ് കസ്റ്റമർക്ക് സെയിൽ ചെയ്യുന്നു എന്നൊരു ആ ഒരു പ്രവൃത്തി നമുക്ക് ഇങ്ങനെ വിളിക്കാം. എന്താ? ട്രേഡിംഗ് അല്ലെ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ്, കച്ചവടം അല്ലെ? ക്ലിയർ? ഓക്കെ. അപ്പൊ ഈ പറഞ്ഞതൊക്കെ എന്താണ്? ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഈവന്റുകളാണ്, ബിസിനസ് ഈവന്റുകൾ. ക്ലിയർ? ഓക്കെ. നമുക്ക് അറിയുന്ന കാര്യമാണ്, കേട്ട് പരിചയമുള്ള കാര്യവും കൂടെയാണ്. ഞാനൊരു നോട്ട് ഷെയർ ചെയ്യാം. ആരും വരയ്ക്കരുത്. ഓക്കെ, ഒരു പവർ പോയിന്റ് ഷെയർ ചെയ്യാം. എല്ലാവരും സ്ക്രീൻ കാണുന്നുണ്ടോ? ഓക്കെ. ക്ലിയർ? നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ അത് ഇതുപോലെ വരയ്ക്കരുത് കേട്ടോ. വരച്ചാൽ അത്
ക്ലിയർ ഓൾ ഡ്രോയിങ്സ്. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഈ കാണുന്നതാണ് എന്താ ബിസിനസ് സ്ഥാപനത്തിലെ ഈവന്റുകൾ അല്ലെ. എന്തൊക്കെയാ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സും, അതുപോലെ സർവീസ് പ്രൊവൈഡിങ്, അതുപോലെ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ്, അതുപോലെ ഇമ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ്. ഇതൊക്കെ ഒരു ബിസിനസ് സ്ഥാപനത്തിലെ ഈവന്റുകളാണ്. ഓക്കെ, പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഈ ഓരോ ഈവന്റുകൾ ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുമ്പോൾ അതിനൊക്കെ എന്ത് വരും? അതിനെല്ലാം ടാക്സ് വരും. ക്ലിയർ അല്ലേ? ഓരോ ഈവന്റും ടാക്സബിൾ ആണ്. ഈ ഗുഡ്സിന്റെ ട്രേഡിംഗ് അല്ലെ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ആ ഗുഡ്സ് സെയിൽ ചെയ്യുന്നു എന്ന് പറയുമ്പോൾ അവിടെ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യണം. ക്ലിയർ? അവിടെ നമ്മൾ ടാക്സ് ചാർജ് ചെയ്യണം. അതുപോലെ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനം, ആ സർവീസ് പ്രൊവൈഡിങ് എന്ന് പറയുന്ന ആ ഒരു ബിസിനസ് ഈവന്റ് നടക്കുമ്പോൾ അവിടെ എന്ത് വരും? ടാക്സ് ചാർജ് ചെയ്യണം. ക്ലിയർ? അതുപോലെ മാനുഫാക്ചറിങ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ഒരു ബിസിനസ് ഈവന്റ് നടക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അവിടെയും നമ്മൾ ടാക്സ് ചാർജ് ചെയ്യണം. അതുപോലെ ഇമ്പോർട്ടിംഗ് ഓഫ് ഗുഡ്സ്, അവിടെയും നമ്മൾ എന്ത് ചെയ്യണം? ടാക്സ് ചാർജ് ചെയ്യണം. അതായത് ഈ കാണുന്ന ബിസിനസ് ഈവന്റുകളൊക്കെ എന്താണ്? ഇതെല്ലാം ടാക്സബിൾ ആണ്. ഈ എല്ലാ ഈവന്റുകൾക്കും ടാക്സ് ചാർജ് ചെയ്യും. സോ ഈ ഈവന്റുകൾക്കൊക്കെ ടാക്സ് നമ്മൾ ചാർജ് ചെയ്യും എന്നുള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഈവന്റുകളെ വിളിക്കാം ബിസിനസ് ഈവന്റ് ആണ്. അതുപോലെ നമുക്ക് വിളിക്കാം ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ടാക്സബിൾ ഈവന്റ് കൂടെയാണ്. ക്ലിയർ? ഈ കാണുന്ന ബിസിനസ് ഈവന്റുകൾ എന്താണ്? ഇതെല്ലാം ടാക്സബിൾ ഈവന്റ് കൂടിയാണ്. ക്ലിയർ അല്ലേ? ഇതെല്ലാം ടാക്സബിൾ ഈവന്റ് കൂടെയാണ്. ഓക്കെ, ഓക്കെ, അപ്പൊ ഇതെല്ലാം എന്താണ്? ഇതെല്ലാം ടാക്സബിൾ ഈവന്റ് കൂടെയാണ്. ക്ലിയർ? എന്നാൽ ഈ ഓരോ ഈവന്റിനും ഈ ഓരോ ടാക്സബിൾ ഈവന്റിനും എന്തൊക്കെ ടാക്സ് ആയിരുന്നു ചാർജ് ചെയ്തത്? അതായത് 17 ജൂലൈ 1 മുമ്പ് ഈ കാണുന്ന ടാക്സബിൾ ഈവന്റുകൾക്ക് എന്തെല്ലാം ടാക്സ് ആയിരുന്നു നമ്മൾ ചാർജ് ചെയ്തത്? ക്ലിയർ? അതായത് 17 ജൂലൈ 1 GST വന്നു. അതിനു മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ആ ടാക്സുകൾ എന്തൊക്കെയായിരുന്നു? ആ ഇൻഡയറക്ട് ടാക്സ് എന്തെല്ലാം ആയിരുന്നു? ഓക്കെ, നോക്കാം. എന്തൊക്കെയാ? 17 ജൂലൈ 1 അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ടാക്സുകൾ ഏതൊക്കെയായിരുന്നു? വാറ്റ് അല്ലെ? വാറ്റ് മീൻസ് എന്താ? വാല്യൂ ആഡഡ് ടാക്സ്, VAT. അതുപോലെ സർവീസസ് ടാക്സ്, അതുപോലെ സെൻട്രൽ എക്സൈസ് ഡ്യൂട്ടി അല്ലെങ്കിൽ സെൻട്രൽ എക്സൈസ് ടാക്സ്, അതുപോലെ കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ പ്രധാനമായിട്ടും ഇതൊക്കെയായിരുന്നു 17 ജൂലൈ 1 അതിനു മുമ്പ് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ടാക്സുകൾ. ക്ലിയർ അല്ലേ? ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ട് നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ടാക്സുകളൊക്കെ. ഓക്കെ, ഇനി അപ്പോ ടാക്സബിൾ ഈവന്റും ടാക്സും, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന അല്ലെ, ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ടാക്സബിൾ ഈവന്റ് നടന്ന സമയത്ത് നമ്മൾ ചാർജ് ചെയ്ത ടാക്സ് ആയിരുന്നു വാറ്റ്. ക്ലിയർ? ട്രേഡിംഗ് ഓഫ് ഗുഡ്സ് എന്ന് പറയുന്ന ആ ഒരു ടാക്സബിൾ ഈവന്റ് നടന്നപ്പോൾ നമ്മൾ ചാർജ് ചെയ്ത ടാക്സ് ആയിരുന്നു ഏത്? വാറ്റ്, വാല്യൂ ആഡഡ് ടാക്സ്. അതുപോലെ സർവീസ് പ്രൊവൈഡിംഗ് എന്ന് പറയുന്ന ടാക്സബിൾ ഈവന്റ് നടന്നപ്പോൾ നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു ഏത്? സർവീസസ് ടാക്സ്. അതുപോലെ മാനുഫാക്ചറിംഗ് ഓഫ് ഗുഡ്സ് അല്ലെ, ഗുഡ്സിന്റെ മാനുഫാക്ചറിംഗ്, ആ സമയത്ത് നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു ഏത്? എക്സൈസ് ടാക്സ്. ഏതാണ്? എക്സൈസ് ടാക്സ്. അതുപോലെ ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ കൊടുത്ത ടാക്സ് ആയിരുന്നു കസ്റ്റംസ് ഡ്യൂട്ടി. അപ്പൊ ഇതായിരുന്നു 17 ജൂലൈ 1 മുമ്പ് നമ്മുടെ ഇന്ത്യയിലെ അവസ്ഥ. ക്ലിയർ അല്ലേ? ഇതായിരുന്നു അവസ്ഥ. അതായത് വ്യത്യസ്തമായ ഒരുപാട് ടാക്സബിൾ ഈവന്റുകളും അല്ലെ, ഈ കാണുന്നത് എന്താണ്? ഇതെല്ലാം വ്യത്യസ്തമായ ഓരോ ടാക്സബിൾ ഈവന്റുകളാണ്. ക്ലിയർ? വ്യത്യസ്തമായ ഓരോ
ടാക്സബിൾ ഈവന്റുകളും ഓരോ ടാക്സബിൾ ഈവന്റിനും വ്യത്യസ്തമായ ഇൻഡയറക്ട് ടാക്സുകളും. ക്ലിയർ അല്ലേ? ഓരോ ടാക്സബിൾ ഈവന്റിനും വ്യത്യസ്തമായ ഓരോ ടാക്സുകളുമായിരുന്നു 17 ജൂലൈ 1 മുമ്പ് ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അവസ്ഥ. ക്ലിയർ? ഓക്കെ. എന്നാൽ 17 ജൂലൈ 1 ആയപ്പോൾ എന്താ സംഭവിച്ചത്? 17 ജൂലൈ 1 ആയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ആ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളൊക്കെ, ക്ലിയർ, 17 ജൂലൈ 1 ആയപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന ഈ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകളെല്ലാം എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സബിൾ ഈവന്റായി മാറി. ക്ലിയർ? ഇവിടെ ഉണ്ടായിരുന്ന ഈ കാണുന്ന എല്ലാ ടാക്സബിൾ ഈവന്റുകളും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സബിൾ ഈവന്റായി മാറി. അതായത് ഒരൊറ്റ പേരിൽ ഒതുങ്ങി. ക്ലിയർ? ആ പേരാണ് സപ്ലൈ. SUPPLY, സപ്ലൈ. അതായത് ഈ കാണുന്ന ടാക്സബിൾ ഈവന്റ്, വ്യത്യസ്തമായ ഈ ടാക്സബിൾ ഈവന്റുകളൊക്കെ എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സബിൾ ഈവന്റായി ആ ഒരു പേരിലേക്ക് ഒതുങ്ങി. ആ പേരാണ് സപ്ലൈ. ക്ലിയർ? അപ്പോ 17 ജൂലൈ 1 മുതൽ നമ്മൾ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിലെ ഇതുപോലെയുള്ള ടാക്സബിൾ ഈവന്റുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് സപ്ലൈ. അപ്പൊ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സപ്ലൈ എന്ന് പറഞ്ഞാൽ ടാക്സബിൾ ഈവന്റ് ആണ്. ക്ലിയർ? അതായത് 17 ജൂലൈ 1 മുതൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ ട്രേഡിംഗോ ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നു, ഗുഡ്സ് സെയിൽ ചെയ്യുന്നു എന്നൊരു ബിസിനസ് ഈവന്റ് നടന്നാൽ നമ്മൾ അതിനെ അങ്ങനെ പറയേണ്ട ആവശ്യമില്ല. അത് സപ്ലൈ ആണ്. സർവീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും ഒരു സപ്ലൈ ആണ്. ഗുഡ്സ് നമ്മൾ മാനുഫാക്ചറിങ് ചെയ്യുന്നു എങ്കിൽ അതും എന്താണ്? സപ്ലൈ ആണ്. ഗുഡ്സ് ഇമ്പോർട്ട് ചെയ്യുന്നു, അതും എന്താണ്? അതും സപ്ലൈ ആണ്. ക്ലിയർ അല്ലേ? ഓ, മനസ്സിലാക്കേണ്ടത് 17 ജൂലൈ 1 മുതൽ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ഈ ഈവന്റുകളൊക്കെ ഒരൊറ്റ പേരിൽ ഒതുങ്ങി. ആ പേരാണ് സപ്ലൈ. ക്ലിയർ? അങ്ങനെയാണെങ്കിൽ ഇതെല്ലാം കൂടെ ഒറ്റ പേരായി മാറി, സപ്ലൈ എന്ന പേരിലേക്ക് മാറിയെങ്കിൽ ഇവിടെ ഓരോന്നിന്റെ അണ്ടറിലും ഉണ്ടായിരുന്ന ഓരോ ടാക്സ് ഇല്ലേ, ഈ ടാക്സുകളൊക്കെ ഇവിടെ പോയി. കാരണം ഈ വ്യത്യസ്തമായ ടാക്സബിൾ ഈവന്റുകൾ ഇപ്പൊ ഇല്ല, അല്ലെ? ഇപ്പൊ ഇല്ല. അപ്പോ അങ്ങനെയാണെങ്കിൽ ഈ ടാക്സുകളൊക്കെ ഇപ്പൊ ഉണ്ടോ? അതും ഇപ്പൊ ഇല്ല. ഈ ടാക്സബിൾ ഈവന്റുകളൊക്കെ സപ്ലൈ എന്നൊരൊറ്റ ടാക്സബിൾ ഈവന്റായി മാറിയപ്പോൾ അതിന്റെ അണ്ടറിൽ ഉണ്ടായിരുന്ന ഈ വ്യത്യസ്തമായ എല്ലാ ഇൻഡയറക്ട് ടാക്സുകളും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സ് ആയി മാറി. ആ ടാക്സ് ആണ് GST. ക്ലിയർ? ആ ടാക്സ് ആണ് GST. ക്ലിയർ? അപ്പോ 17 ജൂലൈ 1 മുതൽ നമുക്ക് നമ്മുടെ ഇന്ത്യയിലെ ഒരൊറ്റ ടാക്സബിൾ ഈവന്റേ ഉള്ളൂ. പേരെന്താ? സപ്ലൈ. ക്ലിയർ? ഒരൊറ്റ ടാക്സേ ഉള്ളൂ. പേരെന്താ? GST. ബിസിനസ് സ്ഥാപനത്തിൽ സപ്ലൈ നടന്നാൽ അവിടെ നിർബന്ധമായിട്ടും GSTയും ചാർജ് ചെയ്യും. ക്ലിയർ അല്ലേ? സപ്ലൈ നടന്നാൽ അവിടെ GST ചാർജ് ചെയ്യും. സപ്ലൈ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതുമാകാം, അല്ലെ? സപ്ലൈ എന്ന് പറയുമ്പോൾ ഇതിൽ ഏതുമാകാം. ആ സപ്ലൈ നടന്നാൽ, ഇതിൽ ഏതെങ്കിലും ഒന്ന് നടന്നാൽ അവിടെ എന്ത് ചെയ്യും? GST ചാർജ് ചെയ്യും. ഈ എല്ലാ ടാക്സും എന്ത് ചെയ്തു? ഒരൊറ്റ ടാക്സ് ആയി മാറി. പേര് GST. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോ 17 ജൂലൈ 1 മുതൽ നമ്മൾ നോക്കേണ്ടത് 2 ടേം മാത്രം. ഒന്ന് ടാക്സബിൾ ഈവന്റ് ആയ സപ്ലൈ എന്ന ടേമും ആ സപ്ലൈന്റെ അണ്ടറിലുള്ള ടാക്സ് ആയ GST മാത്രം എന്ത് ചെയ്താൽ മതി? നോക്കി പഠിച്ചാൽ മതി. ക്ലിയർ? ഓക്കെ. കണ്ടല്ലോ, ടാക്സബിൾ ഈവന്റ് ആൻഡ് ടാക്സ്. ഓക്കെ, ടാക്സബിൾ ഈവന്റ് ഏതാ? ടാക്സബിൾ ഈവന്റ് ആണ് സപ്ലൈ. ടാക്സ് എല്ലാം എന്ത് ചെയ്തു? സബ്സ്യൂം ചെയ്തു. പേരെന്താ? GST. അപ്പൊ സപ്ലൈ ആൻഡ് GST എന്ന ഈ 2 ടേമിലേക്ക് നമ്മൾ ഒതുങ്ങിയിരിക്കുന്നു. ക്ലിയർ അല്ലേ? നമ്മൾ ഈ 2 ടേമിലേക്ക് ഒതുങ്ങിയിരിക്കുന്നു. നമുക്ക് ഇനി പഠിക്കേണ്ടത് ഈ ടേംസിന്ന് സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ അല്ലേ? നമുക്ക് ഇനി, അതായത് നമ്മളിപ്പോ പഠിക്കുന്ന ബേസ് ആണ്. ഈ GSTന്റെ ബേസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ക്ലിയർ അല്ലേ? GSTന്റെ ബേസ് നമ്മൾ സ്റ്റാർട്ട് ആക്കാൻ വേണ്ടി പോകുന്നേ ഉള്ളൂ. ക്ലിയർ? GSTന്റെ ബേസ് സ്റ്റാർട്ട് ആകേണ്ടത് ഈ 2 ടേമിൽ നിന്നാണ് സ്റ്റാർട്ട് ആകേണ്ടത്. സപ്ലൈ, GST. ഓക്കെ, ക്ലിയർ? ഇതിൽ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം? ആദ്യം നമുക്ക് ഈ സപ്ലൈ എന്ന് പറയുന്ന ടേം സ്റ്റാർട്ട് ചെയ്യാം. ക്ലിയർ? ആദ്യം സപ്ലൈ നോക്കാം.
അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, GST നോക്കാം. ഓക്കെ, ഈ സപ്ലൈ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ഓക്കെ, ഈ സപ്ലൈ എന്ന ടേമിനെ നമുക്ക് എന്ത് ചെയ്യാം, സപ്ലൈ എന്താ, ടാക്സബിൾ ഈവന്റ് അണ്ടർ GST. GSTയിലെ ടാക്സബിൾ ഈവന്റ് ആണ് സപ്ലൈ. ഈ സപ്ലൈ എന്ന ടേമിനെ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്യാം. ക്ലിയർ? ടു ടൈപ്പ് ഓഫ് സപ്ലൈ ഏതൊക്കെയാ? ഒന്ന് ഇൻട്രാ സ്റ്റേറ്റ്, രണ്ട് ഇന്റർ സ്റ്റേറ്റ്. ഒന്നേതാ, ഇൻട്രാ സ്റ്റേറ്റ്, ഇൻട്രാ INTRA, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത് എന്താ, വിതിൻ ദ സ്റ്റേറ്റ്, മീൻസ് നമ്മുടെ സ്റ്റേറ്റിനകത്തുള്ള സപ്ലൈ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിനകത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന സപ്ലൈ. ക്ലിയർ? സെല്ലറും ബയറും കേരളത്തിലാണെങ്കിൽ ആ സപ്ലൈ വിളിക്കാം എന്ത്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ. ക്ലിയർ അല്ലേ? അപ്പൊ ഇന്റർ എന്താ, ഇന്റർ മീൻസ് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എന്നല്ല അർത്ഥമാക്കേണ്ടത്, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക്, കേരളത്തിൽ നിന്ന് പുറത്തേക്കുള്ള സപ്ലൈ. അത് പുറത്തേക്ക് മീൻസ് വേറെ സ്റ്റേറ്റിലേക്കുമാകാം, വേറെ കൺട്രിയിലേക്കുമാകാം. ക്ലിയർ അല്ലേ? കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് സപ്ലൈ നടത്തിയാൽ അത് ഇന്റർ സ്റ്റേറ്റ് ആണ്. അതുപോലെ തന്നെ കേരളത്തിൽ നിന്നും അമേരിക്കയിലേക്ക് എക്സ്പോർട്ട് നടത്തിയാൽ എന്താണ്, ആ സപ്ലൈ വിളിക്കാം ഇന്റർ സ്റ്റേറ്റ്. സോ ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടെ മനസ്സിലാക്കേണ്ടത് എന്താണ്, ഇന്റർ സ്റ്റേറ്റ് മീൻസ് രണ്ട് സ്റ്റേറ്റുകൾ തമ്മിൽ എന്നല്ല അർത്ഥം, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക്, നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക്. ക്ലിയർ? ഇതാ ഇവിടെ ഇങ്ങനെ പറയണ്ട, ബിറ്റ്വീൻ സ്റ്റേറ്റ് എന്ന് പറയണ്ട, അത് മിസ്റ്റേക്ക് ആണ്. നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്ക് എന്ന് പറഞ്ഞാൽ മതി. ക്ലിയർ അല്ലേ? ഓക്കെ, കേരളത്തിൽ നിന്ന് പുറത്തേക്ക്. ഓക്കെ, അല്ലെ നമുക്ക് കൺഫ്യൂഷൻ വരും. കാരണം നമ്മൾ ഇവിടുന്ന് മറ്റൊരു കൺട്രിയിലേക്ക് എക്സ്പോർട്ട് നടത്തിയാലും അതിനെയും വിളിക്കാം ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ എന്ന് പറയുന്നത്. ക്ലിയർ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈക്ക് നമ്മൾ എന്തെല്ലാം റൂൾസ് പഠിക്കുന്നോ ആ റൂൾസ് ഒക്കെ എക്സ്പോർട്ടിനും ബാധകമാണ്. കാരണം എന്താ, എക്സ്പോർട്ട് ഈസ് ഓൾസോ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ, അതുകൊണ്ട് കേട്ടോ. ക്ലിയർ? അപ്പൊ നമുക്ക് സപ്ലൈ ടു ടൈപ്പ് ആണ്, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ, അല്ലെങ്കിൽ അത് വേറെ പേര് പറയാം എന്താ, ലോക്കൽ സപ്ലൈ. ഓക്കെ, ഇതൊക്കെ പറയുന്ന പോയിന്റ് ലോജിക് വേറെ ഒന്നുമില്ല. നമ്മൾ GSTന്റെ ഫയലിംഗ് ആയാലും അങ്ങോട്ടുള്ള എന്ത് അഡ്വാൻസ് കാര്യം പഠിക്കുമ്പോഴും നമുക്ക് ഈ ഒരു ഇൻട്രാ സ്റ്റേറ്റ് അല്ലെങ്കിൽ ലോക്കൽ സപ്ലൈ എന്ന ടേംസിന്റെ ആപ്ലിക്കേഷൻ വരും നമുക്ക് അവിടെ. ഓക്കെ, സോ ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ഓർ ലോക്കൽ സപ്ലൈ എന്ന് പറഞ്ഞാൽ എന്താ, വിതിൻ ദ സ്റ്റേറ്റ്. ക്ലിയർ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ മീൻസ് നമ്മുടെ സ്റ്റേറ്റിൽ നിന്ന് പുറത്തേക്കുള്ള സപ്ലൈ, ആ ലോജിക്. ക്ലിയർ? ഓക്കെ, അതിൽ ലോജിക് മനസ്സിലായല്ലോ അല്ലെ? ഓക്കെ, അടുത്തെന്താ, സപ്ലൈ കഴിഞ്ഞു. സപ്ലൈ നമുക്ക് ത്രീ ടൈപ്പ് ആണ് നോക്കി, ടു ടൈപ്പ് നോക്കി അല്ലെ? അടുത്തെന്താ, GST. രണ്ടാമത്തെ ടൈം ആണ് ഇത് GST. GST നമുക്ക് ത്രീ ടൈപ്പ് ആണ്. ഓക്കെ, GST നമുക്ക് മൂന്ന് തരം GST ഉണ്ട്. ഓക്കെ, ക്ലിയർ? അതില് ഒന്നാണ് ഏത്, ത്രീ ടൈപ്പ് GST ആണ്. ഒന്ന് ഏതാ, CGST, സെൻട്രൽ GST. ഓക്കെ, രണ്ട് SGST. SGST മീൻസ് സ്റ്റേറ്റ് GST. മൂന്ന് ഏതാ, IGST. IGST മീൻസ് ഇന്റഗ്രേറ്റഡ് GST, ഇന്റഗ്രേറ്റഡ് GST. ഓക്കെ, നമുക്ക് പഠിക്കാനായിട്ട് ഈ ഒരു മൂന്ന് ടൈപ്പ് GST ഉള്ളൂ. 1, 2, 3. CGST, SGST, IGST. ഇതെല്ലാം നമുക്ക് കേട്ട് പരിചയമുള്ള ടേംസ് ആണ്. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് രണ്ട് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന GSTന്റെ ബേസ് അല്ലെ? GSTന്റെ ബേസ് രണ്ട് ടേംസിന് സ്റ്റാർട്ട് ചെയ്യുന്ന, ഒന്നേതാ സപ്ലൈ, രണ്ടേതാ GST. ക്ലിയർ? സപ്ലൈ നമുക്ക് രണ്ടായി ഡിവൈഡ് ചെയ്തു, ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ അതുപോലെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ. ക്ലിയർ? GST നമുക്ക് മൂന്നായി ഡിവൈഡ് ചെയ്തു, CGST, SGST ആൻഡ് IGST. ക്ലിയർ? ഓക്കെ, അപ്പൊ നമുക്ക് ഇനി നോക്കേണ്ടത് ഇതിന്റെ ആപ്ലിക്കേഷൻ ആണ്. ക്ലിയർ? ഇതിന്റെ ആപ്ലിക്കേഷൻ നോക്കാം നമുക്ക്. ഫോർ എക്സാമ്പിൾ, ഇപ്പോ നമ്മുടെ ബിസിനസ് സ്ഥാപനത്തിൽ നമ്മൾ ഈ നോർമൽ കേസിലെ സെയിൽ ചെയ്യുന്ന സെല്ലർ അല്ലെ, ആ ബിസിനസ്സുകാരൻ സെയിൽ ചെയ്യുന്ന സെല്ലർ ആണ് എന്ത് ചെയ്യേണ്ടത്, സെല്ലർ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും, ടാക്സ് കളക്ട് ചെയ്യും. ശരിയല്ലേ?
നോർമലി അങ്ങനെയാണ് അല്ലെ. ഓക്കെ, സെല്ലർ എന്ത് ചെയ്യും? സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ടാക്സ് കളക്ട് ചെയ്യും. എല്ലാ സെല്ലറും വേണ്ട, GST രജിസ്ട്രേഷൻ എടുത്ത സെല്ലർ, ആ ബിസിനസ്സുകാരൻ. അപ്പൊ രജിസ്ട്രേഷൻ നമ്മൾ പിന്നെ പഠിക്കേണ്ട ഒരു ടോപ്പിക് ആണ്, എങ്കിലും അതിന് ലിമിറ്റ് പറഞ്ഞു പോകാം. നമുക്ക് 2 ലിമിറ്റ് ഉണ്ട്, 40 ലക്ഷം 20 ലക്ഷം, 40 lakh 20 lakh. ഓക്കെ, അതായത് നമ്മളിപ്പോ ഏത് ഫിനാൻഷ്യൽ ഇയറിലാണോ ബിസിനസ് ചെയ്യുന്നത്, ഇപ്പൊ ഈ ഫിനാൻഷ്യൽ ഇയർ 2020-21 ഫിനാൻഷ്യൽ ഇയർ, 2020 ഏപ്രിൽ മുതൽ 2021 മാർച്ച്, ഈ ഫിനാൻഷ്യൽ ഇയറിലാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നതെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിലെ നമ്മുടെ ടേൺ ഓവർ മീൻസ് നമ്മുടെ സെയിൽസ് മാത്രം. ക്ലിയർ? നമ്മുടെ സെയിൽ മാത്രം. ക്ലിയർ? നമ്മുടെ സെയിൽസിന്റെ ടേൺ ഓവർ പറയുന്ന ലിമിറ്റ്, ആ ഒരു സ്പെസിഫൈഡ് ലിമിറ്റ് എപ്പോ ക്രോസ് ചെയ്യും ആ സമയം നമ്മൾ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ എടുക്കണം. ക്ലിയർ? ആ ലിമിറ്റ് ആണ് 40 ലക്ഷവും ഉണ്ട്, 20 ലക്ഷവും ഉണ്ട്. നമ്മൾ ആർക്കാണ് 40 ലക്ഷം, ആർക്കാണ് 20 ലക്ഷം? ഗുഡ്സ് മാത്രം സെയിൽ ചെയ്യുന്ന, എക്സ്ക്ലൂസീവ്ലി സപ്ലൈ ഓഫ് ഗുഡ്സ് മാത്രം സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവർക്ക് 40 ലക്ഷം ആകുമ്പോൾ മതി, GST എടുത്താൽ മതി അവർക്ക്. ക്ലിയർ? ഗുഡ്സ് മാത്രം. ഒരു മൊബൈൽ ഷോപ്പ്, മൊബൈൽ മാത്രം എന്ത് ചെയ്യുന്നു? സെയിൽ ചെയ്യുന്നു. ക്ലിയർ? ആ ലോജിക്ക്. ഗുഡ്സ് എക്സ്ക്ലൂസീവ് എന്ന വാക്ക് ഓർക്കണം. ഗുഡ്സ് മാത്രം സെയിൽ ചെയ്യുന്ന ഒരു ബിസിനസ് സ്ഥാപനത്തിനാണ് 40 ലക്ഷം വരെ എക്സംഷൻ ഉണ്ട് അല്ലെ. അതായത് 40 ലക്ഷം ആകുമ്പോൾ മാത്രം എന്ത് മതി? GST രജിസ്ട്രേഷൻ എടുത്താൽ മതി. ക്ലിയർ? എന്നാൽ സർവീസ് സ്ഥാപനമാണെങ്കിലോ, സർവീസ് ചെയ്യുന്ന സ്ഥാപനമാണെങ്കിലോ 20 ലക്ഷം. 20 ലക്ഷം ടേൺ ഓവർ എപ്പോ ക്രോസ് ചെയ്യും? ആ നിമിഷം അല്ലെ, എന്ന് ക്രോസ് ചെയ്യും ആ ദിവസം മുതൽ അന്ന് ലയബിളായി മാറുന്നു GST രജിസ്ട്രേഷൻ എടുക്കാനായിട്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. എന്നാൽ ചില സ്ഥാപനങ്ങൾ ഗുഡ്സും സർവീസും ചെയ്യുന്നുണ്ടെങ്കിലോ ഒരു മാറ്റവും ഇല്ല. എത്രയാ? 20 ലക്ഷം. ക്ലിയർ? കാരണം എന്താ? എടുത്തു പറഞ്ഞു, നോർമൽ ലിമിറ്റ് 20 ലക്ഷമാണ്. എന്നാൽ ഗുഡ്സ് മാത്രം സപ്ലൈ ചെയ്യുന്ന ബിസിനസ്സുകാർക്ക് മാത്രമാണ് ആ ഒരു ഇളവുള്ളത്. 40 ലക്ഷമായിട്ട് മതി GST. അങ്ങനെ. ക്ലിയർ? ആ ലോജിക്ക് കേട്ടോ. ഓക്കെ. അപ്പോ അങ്ങനെ GST രജിസ്ട്രേഷൻ എടുത്ത ഒരു ബിസിനസ് സ്ഥാപനം, GSTക്ക് ടേൺ ഓവർ മാത്രമല്ല ഇവിടെ നോക്കുന്നേ, ജസ്റ്റ് പറഞ്ഞുള്ളൂ. GST ഫോർ എക്സാമ്പിൾ ഇപ്പോ ടേൺ ഓവർ ക്രോസ് ആയിട്ടില്ല, ജസ്റ്റ് ഇപ്പോ സ്റ്റാർട്ട് ആക്കിയ ബിസിനസ് ആണ്, ജസ്റ്റ് ഇപ്പൊ സ്റ്റാർട്ട് ആയതേ ഉള്ളൂ. ഒരു 1 lakh ആണ് ടേൺ ഓവർ സങ്കല്പിക്കുക. 1 ലക്ഷം രൂപ മാത്രമാണ് ബിസിനസ്സിലെ ടേൺ ഓവർ എങ്കിൽ GST മാൻഡേറ്ററി ആണോ? അല്ല. പക്ഷേ ആ ബിസിനസ്സുകാരൻ ആ ഗുഡ്സ് വേറൊരു സ്റ്റേറ്റിലേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ, ഇന്റർ സ്റ്റേറ്റ് സെയില് അല്ലെ, കേരളത്തിൽ നിന്ന് അവരുടെ ഗുഡ്സ് തമിഴ്നാട്ടിലേക്ക് സെയിൽ ചെയ്യുകയാണെങ്കിൽ, ഇന്റർ സ്റ്റേറ്റ് സെയിൽ ചെയ്യണമെങ്കിൽ ആ ബിസിനസ് സ്ഥാപനത്തിന് ടേൺ ഓവർ നോക്കേണ്ട ആവശ്യമൊന്നുമില്ല. കമ്പൾസറി ആയിട്ട് GST എടുത്തേ പറ്റൂ. ക്ലിയർ? സർവീസ് അല്ല കേട്ടോ, ഗുഡ്സ് മാത്രം. ക്ലിയർ? ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ്, അത് നമ്മൾ കുറെ കണ്ടീഷൻസ് ഉണ്ട് അതിന്, അതൊക്കെ നമ്മൾ രജിസ്ട്രേഷൻ പഠിക്കുന്ന ഏരിയയിൽ പഠിക്കേണ്ട ഏരിയ കേട്ടോ. ഓക്കെ. പറഞ്ഞ കാര്യം, ഒരു ബിസിനസ് സ്ഥാപനം GST രജിസ്ട്രേഷൻ എടുത്ത ബിസിനസ് സ്ഥാപനമാണെങ്കിൽ അവർ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോ എനിക്കൊരു മൊബൈൽ ഷോപ്പാണ്, ഞാൻ GST രജിസ്ട്രേഷൻ എടുത്ത ഒരു മൊബൈൽ ഷോപ്പാണ് എനിക്കുള്ളത്. ക്ലിയർ? ഇപ്പൊ ഞാൻ എന്ത് ചെയ്യുന്നു? കസ്റ്റമേഴ്സിന് മൊബൈൽ സെയിൽ ചെയ്യുന്നു. ഇപ്പൊ ഞാനിതാ ഈ ഒരു മൊബൈൽ ഫോൺ ഇപ്പൊ സെയിൽ ചെയ്യുകയാണ്, വിൽക്കാൻ വേണ്ടി പോകുന്നു. ഇപ്പോ ഈ മൊബൈലിന്റെ പ്രൈസ് എന്ന് പറയുമ്പോ സെല്ലിംഗ് പ്രൈസ് ഒരു 1000 രൂപ സങ്കല്പിക്കുക. ഈ മൊബൈലിന്റെ സെല്ലിംഗ് പ്രൈസ് ഒരു 1000 രൂപ സങ്കല്പിക്കുക. ഓക്കെ. അപ്പൊ ഈ മൊബൈലിന്റെ GST റേറ്റ്, ഈ മൊബൈൽ ഫോണിന്റെ GST റേറ്റ് എക്സാമ്പിൾ 5 ആണ്. ഓക്കെ. റേറ്റ് ഓഫ് GST 5 ആണ് സങ്കല്പിക്കുക.
അപ്പൊ ഈ 1000 രൂപ വില വരുന്ന ഈ മൊബൈൽ ഫോൺ ഞാൻ കസ്റ്റമറിന് സെയിൽ ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ 1000-ന് GST ചാർജ് ചെയ്യണം. ക്ലിയർ അല്ലേ? അപ്പോ ഈ 1000-ന്റെ 5 എത്രയാ? 50 രൂപ അല്ലെ? 1000-ന്റെ 5% മീൻസ് എത്രയാ? 50 രൂപ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും? ഈ 1000 രൂപയ്ക്കുള്ള ഈ മൊബൈൽ ഫോൺ കസ്റ്റമർക്ക് സെയിൽ ചെയ്യുമ്പോൾ ഞാൻ 1050 രൂപയ്ക്കാണ് എന്ത് ചെയ്യുന്നേ? സെയിൽ ചെയ്യുന്നേ. സോ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഇത്ര മേടിക്കും. കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1050 രൂപ മേടിക്കും. ശരിയല്ലേ? മേടിക്കും. അപ്പൊ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ മേടിച്ച ആ 1050 രൂപ എന്ന് പറയുമ്പോ അത് എന്റെ ഇൻകം ആണോ? ആ 1050 എന്റെ ഇൻകം ആണോ? എന്റെ ഇൻകം അല്ല. 1000 രൂപ മാത്രമാണ് എന്റെ സെയിൽ ഇൻകം. ആ 50 രൂപ എന്താണ് എനിക്ക്? ആ 50 രൂപ എന്റെ ഇൻകം അല്ല. അത് ഗവൺമെന്റിന് കൊടുക്കാനുള്ള ലയബിലിറ്റി ആണ്. ശരിയല്ലേ? ഗവൺമെന്റ് പറയുന്നുണ്ട് GST എടുത്ത ബിസിനസ്സുകാരനാണോ സെയിൽ ചെയ്യുമ്പോൾ എനിക്കും കൂടെ വേണ്ടി കുറച്ച് കളക്ട് ചെയ്യുക അല്ലേ? സോ ആസ് എ സെല്ലർ, രജിസ്റ്റേർഡ് സെല്ലർ, ഞാൻ എന്റെ ഉത്തരവാദിത്വം ചെയ്യുന്നു. ഞാൻ എന്റെ ഗുഡ്സ് സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറുടെ കയ്യിൽ നിന്ന് GST കൂടെ കളക്ട് ചെയ്യുന്നു. ആർക്ക് വേണ്ടിയാ? ടു ദ ഗവൺമെന്റ്. സോ ഞാൻ എന്ത് ചെയ്യുക? കസ്റ്റമറിൽ നിന്ന് മേടിച്ച ഈ 50 രൂപ GST അത് ഗവൺമെന്റിന് ഞാൻ കൊടുക്കാനുള്ള GST ആണ്. എനിക്ക് ലയബിലിറ്റി ആണ്. ക്ലിയർ അല്ലേ? ഓക്കെ, എനിക്ക് ലയബിലിറ്റി ആണ്. ഓക്കെ, അപ്പോ അവിടെ ഒരു ചോദ്യം, ഞാൻ സെയിൽ നടത്തിയപ്പോൾ കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ഈ GST 50 രൂപ ഞാൻ ഗവൺമെന്റിന് കൊടുക്കേണ്ടതാണ്, അറിയാം. പക്ഷേ അവിടെ ഒരു ഡൗട്ട്, ഏത് ഗവൺമെന്റ്? കാരണം നമ്മുടെ മുമ്പിൽ 2 ഗവൺമെന്റ് ഉണ്ട്. ശരിയല്ലേ? 2 ഗവൺമെന്റ് ഉണ്ട്. ഒന്ന് സെൻട്രൽ ഗവൺമെന്റ്. ക്ലിയർ? ഒന്ന് സെൻട്രൽ കേന്ദ്ര ഗവൺമെന്റ്. രണ്ട് ഏതാ? സ്റ്റേറ്റ് ഗവൺമെന്റ്. ക്ലിയർ? നമ്മുടെ മുമ്പിൽ 2 ഗവൺമെന്റ് ഉണ്ട്. അതായത് എന്റെ മുമ്പിൽ അല്ലെ? ഒന്ന് സെൻട്രൽ ഗവൺമെന്റും 2 സ്റ്റേറ്റ് ഗവൺമെന്റും. ക്ലിയർ? GST റൂള് പ്രകാരം, GSTന്റെ റൂള് പ്രകാരം സെല്ലർ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത GST എത്രയാണോ, ഇവിടെ എത്രയാ? 50 രൂപ. ആ 50 രൂപ ഗവൺമെന്റിന് പോവേണ്ടതാണ്. ഈക്വൽ ഷെയർ ആണ്. അതായത് ഈക്വൽ റവന്യൂ ടു ബോത്ത് ഗവൺമെന്റ് അല്ലെ? അത് 2 ഗവൺമെന്റിനും ഇതിന് അവകാശമുണ്ട് ഇൻകം. അതായത് ഈ 50 രൂപയിൽ 25 രൂപ സെൻട്രൽ ഗവൺമെന്റിന്റെ ഇൻകവും 25 രൂപ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻകവുമാണ്. സോ ഞാൻ എന്ത് ചെയ്യുക? ആസ് എ സെല്ലർ, രജിസ്റ്റേർഡ് സെല്ലർ, ഞാൻ എന്ത് ചെയ്യുക? ആ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത 50 രൂപ അവിടെ വെച്ച് എന്ത് ചെയ്യുക? 2ആയി ഡിവൈഡ് ചെയ്യുക. ഓക്കെ, 2ആയി ഡിവൈഡ് ചെയ്യുക. 25 ഡിവൈഡ് ചെയ്യുക. ദെൻ ആ 25 എന്ത് ചെയ്യുക? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കണം. ഓക്കെ, ബാക്കി 25 എന്ത് ചെയ്യുക? സ്റ്റേറ്റ് ഗവൺമെന്റിനും കൊടുക്കണം. ക്ലിയർ? 25 സെൻട്രൽ ഗവൺമെന്റിന്. സോ സെൻട്രൽ ഗവൺമെന്റിന് ആ 25 ഞാൻ കൊടുക്കാൻ സമയത്ത് അതിനെ ഒരു പേരിട്ട് വിളിക്കും ഞാൻ. പേരെന്താ? സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കേണ്ട റവന്യൂ ടാക്സ് അല്ലെ? സെൻട്രൽ GST, CGST. സോ ഞാൻ അവിടെ അക്കൗണ്ട് ചെയ്യും CGST 25 രൂപ. അതെന്ത് ചെയ്യും? ഞാൻ സെൻട്രൽ ഗവൺമെന്റിന് കൊടുക്കും CGST എന്ന പേരിൽ. രണ്ടാമത് ആരാ? സ്റ്റേറ്റ്. ആരാ? കേരളം അല്ലെ? കേരള ഗവൺമെന്റിന്, സ്റ്റേറ്റ് ഗവൺമെന്റിന് എന്ത് കൊടുക്കും? ഞാൻ ബാക്കിയുള്ള ആ 25 പേരെന്താ? സ്റ്റേറ്റ് GST, SGST എന്ന പേരിൽ എന്ത് ചെയ്യും? 25 ഞാൻ സ്റ്റേറ്റിനും കൊടുക്കും. ക്ലിയർ അല്ലേ? സംഭവം വളരെ സിമ്പിൾ ആണ്. ഞാൻ സെല്ലറാണ്, സെയിൽ ചെയ്തു, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് 1050 കളക്ട് ചെയ്തു. 1000 രൂപ എന്റെ സെയിൽ ഇൻകം, എനിക്ക് എന്റെ പോക്കറ്റിൽ വെക്കാം. ബാക്കി 50 രൂപ എന്ന് പറയുമ്പോൾ GST ആണ്. അത് കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത GST ഞാൻ ഗവൺമെന്റിന് കൊടുക്കണം. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? അവിടെ വെച്ച് 2ആയി ഡിവൈഡ് ചെയ്യുക. 25 CGST എന്ന പേരിൽ സെൻട്രലിൽ നിന്ന് കൊടുക്കണം, 25 SGST എന്ന പേരിൽ സ്റ്റേറ്റിനും കൊടുക്കണം. ക്ലിയർ അല്ലേ? ഓക്കെ, മനസ്സിലായല്ലോ? ഓക്കെ, ഇതാണ് ലോജിക്ക് കേട്ടോ. ഓക്കെ, ഒരാൾ ഡൗട്ട് അയച്ചു, കേരള സെസ്
കേരള സെസ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിച്ച പോയിന്റ് KFC ആയിരിക്കും അല്ലെ. KFCക്ക് ഈ GST-യുമായിട്ട് ബന്ധമില്ല, അതിനെ പിന്നെ പറയാം. ഓക്കെ, ക്ലിയർ. KFC 1 ഉണ്ട്, അത് പ്രത്യേകം, അതിനെ പിന്നെ പറയാം കേട്ടോ. ഓക്കെ, ദെൻ ഇവിടെ ഇത് ക്ലിയർ ആയി അല്ലെ, മനസ്സിലായാലും ഇത് ക്ലിയർ ആണ്. ഓക്കെ, ഇവിടെ ഞാൻ ഈ പറഞ്ഞ എക്സാമ്പിളിൽ ഒരു കേസ് ഉണ്ട്. ഇവിടെ സെല്ലറും ബയ്യറും കേരളമാണ് കേട്ടോ, സെയിം സ്റ്റേറ്റ് ആണ്, കേരളത്തിലാണ് സെല്ലറും ബയ്യറും. ക്ലിയർ അല്ലേ ആ ലോജിക്ക്? കസ്റ്റമറിൽ നിന്ന് GST മേടിച്ചു 50, രണ്ടായി ഡിവൈഡ് ചെയ്തു സെല്ലർ അവിടെ വെച്ച്. CGST എന്നും SGST എന്നും 25 CGST 25 SGST അങ്ങനെ രണ്ടായി ഡിവൈഡ് ചെയ്ത് എന്ത് ചെയ്തു? സ്റ്റേറ്റ് ഗവൺമെന്റിനും സെൻട്രൽ ഗവൺമെന്റിനും എന്ത് ചെയ്തു? ഷെയർ ചെയ്തു. ക്ലിയർ? ഒരു പ്രോബ്ലം ഇല്ല, വളരെ സിമ്പിൾ ആണ്. ഓക്കെ, പക്ഷേ വേറൊരു കാര്യമുണ്ട്. അതായത് ഇവിടെ സെല്ലർ ഞാൻ, കസ്റ്റമർ കർണാടകയിലാണ്. ഓക്കെ, കസ്റ്റമർ എവിടെയാണ്? കർണാടക സ്റ്റേറ്റ്. അപ്പോ സെല്ലർ ആയ ഞാൻ കേരളത്തിലും എന്റെ കസ്റ്റമർ എവിടെയാ? കർണാടക സ്റ്റേറ്റ് ആണ്. ക്ലിയർ? അപ്പോ സെല്ലറും ബയ്യറും രണ്ട് സ്റ്റേറ്റ് ആണ്. ക്ലിയർ അല്ലേ? അപ്പോ ഈ സെയിം പ്രോഡക്റ്റ് 1000 രൂപ പ്രൈസ്, 50 രൂപ GST. കർണാടകയിലുള്ള കസ്റ്റമർക്ക് ഈ മൊബൈൽ സെയിൽ ചെയ്തു. കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ 1050 കളക്ട് ചെയ്തു. ക്ലിയർ? 1000 രൂപ എന്റെ സെയിൽ ഇൻകം പോക്കറ്റ് വെച്ചു. ബാക്കി 50 ഇല്ലേ? 50 ഉണ്ട് അല്ലെ? കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ കളക്ട് ചെയ്ത ഈ 50 രൂപ GST, ഈ 50 ഞാൻ എന്ത് ചെയ്യണം? ഉറപ്പായിട്ടും ഈ 50ന്റെ അവകാശം ആർക്കൊക്കെയാ? 25 സെൻട്രലിനും 25 സ്റ്റേറ്റിനും. ക്ലിയർ അല്ലേ? അതിൽ ഒരു സംശയവുമില്ല. പക്ഷേ ചെറിയൊരു പ്രശ്നമുണ്ട്. ഈ 50 രൂപയില് 25 CGST-യും 25 SGST-യും ആണ്. പക്ഷേ ഇവിടെ ചെറിയ കൺഫ്യൂഷൻ എന്ന് പറയുമ്പോ 25 CGST കൊടുക്കാം ആർക്ക്? സെൻട്രലിന്, ഒരു പ്രോബ്ലം ഇല്ല. പക്ഷേ ബാക്കി 25 ഉണ്ടല്ലോ SGST, അത് അവിടെ ഡൗട്ട് വരും. കാരണം ഇവിടെ നമുക്ക് രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, ശരിയല്ലേ? അപ്പോ SGST എന്ന് പറയുന്ന ആ സ്റ്റേറ്റ് റവന്യൂ ഏത് സ്റ്റേറ്റിന് കൊടുക്കും? ഇവിടെ രണ്ട് സ്റ്റേറ്റ് ഉണ്ട്, കേരളയും ഉണ്ട് കർണാടകയും ഉണ്ട്, ശരിയല്ലേ? അവിടെ ഡൗട്ട് വരും. മറ്റേ CGST പ്രോബ്ലം ഇല്ല, 25 കേന്ദ്രത്തിന് കൊടുത്താൽ മതി, ഡൗട്ട് ഒന്നുമില്ല. SGST പോർഷൻ, SGST സ്റ്റേറ്റ് GST പോർഷൻ, ആ റവന്യൂ 25 ഏത് സ്റ്റേറ്റിനാ പോവേണ്ടത്? കർണാടക ഓർ കേരള? അവിടെ ഡൗട്ട് വരും അല്ലേ നമുക്ക്? ക്ലിയർ? സോ ആ ഡൗട്ട് നമുക്ക് മാറാനായിട്ട് നമുക്ക് അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് ഇത്രേ ഉള്ളൂ. അതായത് വേറൊന്നുമല്ല, ഈ സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ് പോകേണ്ടത്, കൺസംഷൻ സ്റ്റേറ്റ്. ക്ലിയർ? GST റൂൾ പ്രകാരം സ്റ്റേറ്റ് റവന്യൂ പോകേണ്ടത് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റിനാണ് പോകേണ്ടത്. കസ്റ്റമർ എവിടെയാണ്? ആ സ്റ്റേറ്റ്. അപ്പൊ ഇവിടെ എവിടെയാണ് കസ്റ്റമർ? കേരളയാണോ കർണാടകയാണോ? കർണാടകയാണ്. സോ കർണാടകയാണ് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്. കർണാടകയാണ് കൺസ്യൂം ചെയ്യുന്ന സ്റ്റേറ്റ്. ക്ലിയർ അല്ലേ? ഓക്കെ, സോ ഇവിടെ ആ SGST പോർഷനായ 25 പോകേണ്ടത്, SGST പോർഷനായ 25 പോകേണ്ടത് ആർക്കാണ്? അത് കർണാടക സ്റ്റേറ്റിനാണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോ അവിടെ മനസ്സിലാക്കേണ്ട പോയിന്റ് അത് കേരളമായ ഞാൻ എന്ത് ചെയ്തു? കർണാടകയിലുള്ള കസ്റ്റമറിന്റെ ഇത് എന്ത് ചെയ്തു? 50 കളക്ട് ചെയ്തു അല്ലെ GST ആയിട്ട്. അതിൽ 25 എന്താണ്? CGST ആണ്. ആർക്കാണ്? ടു സെൻട്രൽ ഗവൺമെന്റ്. ഓക്കെ, ബാക്കി SGST ഉണ്ട്, അത് കർണാടകയ്ക്കാണ്. പക്ഷെ അവിടെ പ്രശ്നം, ഈ ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആകുമ്പോൾ ഈ കേരളമായ ഞാൻ, സെല്ലർ ഞാനല്ല കേരളം, ഞാൻ അതിൽ SGST പോർഷനായ 25 കർണാടക സ്റ്റേറ്റിന് ഞാൻ കൃത്യമായിട്ട് ആ സ്റ്റേറ്റ് റവന്യൂ 25 കൃത്യമായിട്ട് കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന് കൊടുക്കത്തില്ല എന്ന ഒരു ഡൗട്ട്
കേരളമായ ഞാൻ ആ SGST പോർഷനായ 25 കർണാടക സ്റ്റേറ്റ് ഗവൺമെന്റിന് സമയത്ത് കൊടുക്കാതിരുന്നാലോ, ഇതിന്റെ പേരിൽ സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു തർക്കം വന്നാലോ, ക്ലിയർ, ഒരു തർക്കം വന്നാലോ, കേരളയും കർണാടകയും സ്റ്റേറ്റുകൾ തമ്മിൽ ഒരു തർക്കം വന്നാലോ എന്ന് പേടിച്ചിട്ട് GST അതോറിറ്റി പറഞ്ഞു, വേറൊന്നുമല്ല, കേരളമേ എന്നോട് പറഞ്ഞു, കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത GST ഉണ്ടല്ലോ 50 രൂപ, ആ 50 രൂപ കേരളം എന്ത് ചെയ്യണ്ട, സെല്ലർ എന്ത് ചെയ്യണ്ട, ഞാൻ എന്ത് ചെയ്യണ്ട, 2 ഡിവൈഡ് ചെയ്യണ്ട. ക്ലിയർ, ഞാൻ അത് 2 ഡിവൈഡ് ചെയ്യണ്ട. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പോ അത് എന്താ ചെയ്യണ്ടേ, അതിപ്പം ഡിവൈഡ് ചെയ്യാതെ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ കേന്ദ്രം പറഞ്ഞു, ഒരു കാര്യം ചെയ്യൂ, ആ കർണാടകയിലുള്ള കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് കളക്ട് ചെയ്ത ആ GST 50 രൂപയും CGSTയും SGSTയും ചേർന്ന, അല്ലെ, രണ്ടും കൂടെ ചേർന്ന ആ 50 രൂപ എന്ത് ചെയ്യുക, ആ 50 രൂപ ഒരുമിച്ച് മൊത്തമായി എന്ത് ചെയ്യുക, കേന്ദ്രത്തിന് കൊടുക്കാൻ പറഞ്ഞു. ക്ലിയർ, സെല്ലറായി ഞാൻ എന്ത് ചെയ്യണം, കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത, കർണാടകയിലുള്ള കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത ആ 50 രൂപ മൊത്തമായിട്ട് എന്ത് ചെയ്യുക, ആ 50 രൂപ മൊത്തമായിട്ട് എന്ത് ചെയ്യുക, സെൻട്രൽ ഗവൺമെന്റിന് ഞാൻ കൊടുക്കണം. ക്ലിയർ, ഓക്കെ, അങ്ങനെ കൊടുക്കണമെന്ന് കേന്ദ്രം എന്നോട് പറഞ്ഞു, സെല്ലറായ എന്നോട് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു, ഓക്കെ ശരി കൊടുക്കാം, എന്ത് പേരിൽ കൊടുക്കും? ഈ 50 രൂപയെ CGST എന്ന് വിളിക്കാൻ പറ്റുമോ? ഇല്ല, കാരണം CGST എന്ന് പറഞ്ഞാൽ വെറും 25 മാത്രമാണ്, സെൻട്രൽ പോർഷൻ. പക്ഷെ ഈ 50 രൂപ എന്ന് പറയുമ്പോ, അല്ലെ, CGSTയും SGSTയും ചേർന്ന എമൗണ്ട് ആണ്. അപ്പൊ കേന്ദ്രം പറഞ്ഞു, ഈ 50 രൂപ CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് അല്ലേ, അതുകൊണ്ട് CGSTയും SGSTയും കൂടെ പരസ്പരം സംയോജിച്ച എമൗണ്ട് അല്ലേ, CGSTയും SGSTയും കൂടെ പരസ്പരം ഇന്റഗ്രേറ്റ് ചെയ്ത എമൗണ്ട് അല്ലേ, സോ അതിന് ഇങ്ങനെ പേര് വിളിക്കാം, IGST, ഇന്റഗ്രേഷൻ ഓഫ് GST, ഇന്റഗ്രേറ്റഡ് GST, ഇന്റഗ്രേഷൻ ഓഫ് CGST പ്ലസ് SGST, CGSTയും SGSTയും കൂടെ കൂട്ടിച്ചേർന്ന എമൗണ്ട്, സോ അതിന് പേരിട്ടു IGST, ഇന്റഗ്രേറ്റഡ് GST. അപ്പൊ IGST ഈസ് ഇക്വൽ ടു CGST പ്ലസ് SGST. അപ്പൊ CGSTയും SGSTയും കൂടെ ചേർന്ന എമൗണ്ട് ആണ് ഈ 50 രൂപ. അതുകൊണ്ട് എന്ത് ചെയ്യുക, ഈ 50 രൂപയെ ഞാൻ എന്ത് ചെയ്യുക, IGST എന്ന പേരിട്ട് സെൻട്രൽ ഗവൺമെന്റിന് ഞാൻ കൊടുക്കണം. ക്ലിയർ, അങ്ങനെ കൊടുക്കാനാണ് കേന്ദ്രം എന്നോട് പറഞ്ഞത്. സോ കേന്ദ്രം പറഞ്ഞ പ്രകാരം ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ 50 രൂപയെ IGST എന്ന പേരിട്ട് കേന്ദ്രത്തിന് കൊടുത്തു. ഇനി കേന്ദ്രം എന്ത് ചെയ്യും, കേന്ദ്രത്തിന് കിട്ടിയ IGST 50 രൂപ ഉണ്ടല്ലോ, ആ കേന്ദ്രത്തിന് കിട്ടിയ ആ IGST 50 രൂപ, അതിനകത്തുള്ള CGST പോർഷൻ 25, അതിനകത്തുള്ള CGST പോർഷൻ 25 എന്ത് ചെയ്യും, സെൻട്രൽ അങ്ങ് എടുത്തോളും, അവരുടെ റവന്യൂ അല്ലേ, അവരങ്ങ് എടുത്തോളും. ക്ലിയർ, ദെൻ ആ IGSTക്ക് അകത്ത് വരുന്ന SGST പോർഷൻ ഉണ്ടല്ലോ, സ്റ്റേറ്റ് പോർഷൻ SGST 25 ഉണ്ടല്ലോ, അത് എന്ത് ചെയ്യും, അത് സെൻട്രൽ എടുത്തിട്ട് നോക്കും, കേരളയും കർണാടകയും ശരിക്കും ഇവരിൽ ആരാണ് കൺസ്യൂം സ്റ്റേറ്റ് നോക്കിയിട്ട്, കർണാടകയാണ്. സോ എന്ത് ചെയ്യും, കേന്ദ്രം എന്ത് ചെയ്യും, ആ IGSTക്ക് അകത്തുള്ള SGST പോർഷൻ കർണാടകയ്ക്ക് കൊടുക്കും. ക്ലിയർ, കർണാടക സ്റ്റേറ്റിന് പിന്നീട് എന്ത് ചെയ്തോളും, ഷെയർ ചെയ്തോളും. മനസ്സിലായല്ലോ, ഇതാണ് ലോജിക്ക്. ക്ലിയർ, അതായത് ചുരുക്കി പറഞ്ഞ എന്താ, നമ്മൾ സെല്ലർ സെയിൽ നടത്തി കസ്റ്റമർക്ക്, അത് ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ, ഇൻട്രാ അല്ലെ, കേരളത്തിനകത്തുള്ള സെയിൽ ആണെങ്കിൽ അവിടെ സെല്ലർ കസ്റ്റമറിൽ കളക്ട് ചെയ്ത GSTയെ CGST എന്നും SGST എന്നും അക്കൗണ്ട് ചെയ്യും. ക്ലിയർ, എന്നാൽ ആ സെയില് ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ, അവിടെ സെല്ലർ എന്ത് ചെയ്യും, കസ്റ്റമറിൽ നിന്ന് മേടിച്ച ടാക്സിനെ IGST എന്ന പേരിട്ട് കൊടുക്കും. ക്ലിയർ അല്ലേ? അപ്പൊ ഇൻ ദ കേസ് ഓഫ് ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ CGST SGST, ഇൻ ദ കേസ് ഓഫ് ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ അവിടെ എന്ത് വരും, IGST വരും. ക്ലിയർ അല്ലേ, IGST വരും. ക്ലിയർ, ദ ലോജിക്ക്. ഓക്കെ,
കണ്ടോ, ആപ്ലിക്കേഷൻ ഓഫ് സപ്ലൈ വിത്ത് GST. ഇൻട്രാ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ CGSTയും SGSTയും വരുന്നു. അതുപോലെ ഇന്റർ സ്റ്റേറ്റ് സപ്ലൈ ആണെങ്കിൽ അവിടെ എന്ത് വരും? അവിടെ IGST വരും. ക്ലിയർ അല്ലേ? ഓക്കെ. ഇനി ഇതിന്റെ കൂടെ ചേർക്കേണ്ട ഒരു 2 ടെക്നിക്കൽ ടേം ഉണ്ട് കേട്ടോ. ഇതിന്റെ കൂടെ പറയേണ്ട ഒരു 2 ടെക്നിക്കൽ ടേം ഉണ്ട്. ഒരു ഡൗട്ട് വന്നു, രതീഷാണ്. as it's an interstate, assume that it is outside country. അല്ല, ഇന്റർസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ അത് കേരളത്തിൽ നിന്ന് പുറത്തേക്ക്, അത് പുറത്തേക്ക് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ആകാം, അല്ലെങ്കിൽ മറ്റൊരു കൺട്രിയിലേക്ക് ആകാം. രണ്ടും എന്താണ്? ഇന്റർസ്റ്റേറ്റ് ആണ്. ക്ലിയർ? മനസ്സിലായോ? കേരളത്തിൽ നിന്ന് കർണാടകയിലേക്ക് സെയിൽ നടത്തി, ഇന്റർസ്റ്റേറ്റ് സെയില്. കേരളത്തിൽ നിന്ന് ദുബായിലേക്ക് സെയിൽ നടത്തി, എക്സ്പോർട്ട്, അതും എന്താണ്? ഇന്റർസ്റ്റേറ്റ് സപ്ലൈ. ആലോചിക്കുക കേട്ടോ. ക്ലിയർ? ഓക്കെ. ഹൗ ടു അലോക്കേറ്റ് ദ ടാക്സ് എമൗണ്ട്. എങ്ങനെ ടാക്സ് എമൗണ്ട് അലോക്കേറ്റ് ചെയ്യും? രതീഷ് ഒന്ന് ഓടി വരുമോ? എനിക്കത് ക്ലിയർ ആയിട്ടില്ല. ഉദ്ദേശിച്ച പോയിന്റ് ഒന്ന് ഓടി വരുമോ? പറയൂ. ഹലോ, പറയൂ പറയൂ, കേൾക്കാം. എന്റെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ചാൽ ഔട്ട്സൈഡ് കേരളയാണ്. ഓക്കെ, ഫസ്റ്റ് പോയിന്റ്. അപ്പോ ഔട്ട്സൈഡ് ഇന്ത്യ ആണെങ്കിൽ ഈ ടാക്സ് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും? ഇതിപ്പോ ഔട്ട്സൈഡ് കേരള ആയതുകൊണ്ട് സെൻട്രൽ ഗവൺമെന്റ് നമ്മൾ ടാക്സ് കൊടുക്കുന്നു. ആ ടാക്സ് സെൻട്രൽ ഗവൺമെന്റ് പിന്നീട് ഡിവൈഡ് ചെയ്തിട്ട് കർണാടക കൊടുക്കുന്നു. അപ്പോൾ ഇത് ഔട്ട്സൈഡ് ടു കൺട്രി, ഔട്ട്സൈഡ് ദ കൺട്രി ആണെങ്കിൽ നമ്മൾ ആ ടാക്സ് IGST ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ ടാക്സ് കളക്ട് ചെയ്ത്. എക്സ്പോർട്ട് ആണെങ്കിൽ എന്ത് ചെയ്യും അല്ലെ? എന്നല്ലേ ഉദ്ദേശിക്കുന്നേ? അതെ, എക്സ്പോർട്ട് വരുമ്പോഴും അവിടെ IGST വരും കേട്ടോ. ഓക്കെ. മാത്രമല്ല എക്സ്പോർട്ടിന് മറ്റു കുറച്ച് കണ്ടീഷൻസ് പഠിക്കാനുണ്ട്. എക്സ്പോർട്ട് വിൽ ബി 0 റേറ്റ് സപ്ലൈ ആണ്. എക്സ്പോർട്ട് മാക്സിമം പ്രൊമോട്ട് ചെയ്യണം ഇന്ത്യക്ക്. അതുകൊണ്ട് എക്സ്പോർട്ട് ചെയ്യുമ്പോൾ GST റേറ്റ് 0 ആണ്. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് അവിടെ പഠിക്കാനുണ്ട് കേട്ടോ. ഓക്കെ, എക്സ്പോർട്ടിൽ പഠിക്കാം. ക്ലിയർ? ഓക്കെ, ശരി. ഇപ്പൊ നമുക്കിനി നോക്കേണ്ടത് ഇതിന്റെ കൂടെ ആഡ്, നമ്മളെ ബേസ് കംപ്ലീറ്റ് ആയിട്ടില്ല കേട്ടോ. ബേസ് കംപ്ലീറ്റ് ആയിട്ടില്ല, ബേസിലേക്ക് നമ്മൾ കടക്കുന്നേ ഉള്ളൂ കേട്ടോ. ഓക്കെ. സോ നമുക്കിനി നോക്കേണ്ട 2 ടെക്നിക്കൽ ടേം ഉണ്ട്. അത് ഒന്ന് നമുക്ക് അറിയുന്ന ടേംസ് ആയിരിക്കും, ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും. ക്ലിയർ? ഔട്ട്പുട്ട് ടാക്സും ഇൻപുട്ട് ടാക്സും. എന്താണ് ഔട്ട്പുട്ട് ടാക്സ്, എന്താണ് ഇൻപുട്ട് ടാക്സ്? നമുക്ക് നോക്കാം. ഓക്കെ, സെല്ലർ അല്ലെ, ഞാൻ സെല്ലറാണ്, സെയിൽ നടത്തി, കസ്റ്റമറിന്റെ കയ്യിൽ നിന്ന് ഞാൻ ടാക്സ് എന്ത് ചെയ്തു? ടാക്സ് ഞാൻ കളക്ട് ചെയ്തു അല്ലെ? എത്രയാ? 50 രൂപ. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പോ ആ 50 രൂപ ഞാൻ ഗവൺമെന്റിന് അടക്കേണ്ടതല്ലേ? എന്റെ പോയിന്റ് ഓഫ് വ്യൂ ആ 50 എന്താണ്? ലൈബിലിറ്റി ആണ് അല്ലെ? ആ കളക്ട് ചെയ്ത ആ 50 രൂപയെ ഞാൻ വിളിക്കുന്ന പേരാണ് ഔട്ട്പുട്ട് ടാക്സ്. GSTയിൽ പറയുമ്പോൾ ഔട്ട്പുട്ട് GST. ക്ലിയർ? ഓക്കെ. നോക്കിയേ, നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ അത് ഇൻട്രാ സ്റ്റേറ്റ് ആണെങ്കിൽ അല്ലെ, ഇൻട്രാ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ കസ്റ്റമറെ നിന്ന് കളക്ട് ചെയ്ത GST 50 രൂപ 2 ഡിവൈഡ് ചെയ്യും അല്ലെ? എന്തൊക്കെയാ? CGST, SGST. നമുക്ക് ഇങ്ങനെ പറയാം, CGST ഔട്ട്പുട്ട്, SGST ഔട്ട്പുട്ട്. പറയാലോ നമുക്ക് അല്ലെ? ക്ലിയർ? നമ്മൾ ഇന്റർസ്റ്റേറ്റ് സെയിൽ ആണെങ്കിൽ കസ്റ്റമറിൽ നിന്ന് കളക്ട് ചെയ്ത GST ഉണ്ടല്ലോ 50 രൂപ, അതിനെന്ത് വിളിക്കും? IGST ഔട്ട്പുട്ട്. ക്ലിയർ? IGST ഔട്ട്പുട്ട്. ഇനി എന്താണ് ഇൻപുട്ട്? പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂ, നമ്മൾ ബിസിനസ് സ്ഥാപനമാകുമ്പോൾ ആദ്യം പർച്ചേസ് ചെയ്യും അല്ലെ? പർച്ചേസ് ചെയ്യുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ എവിടെ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് ആ സപ്ലയർ നമ്മുടെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യും? ഉറപ്പായിട്ടും GST കളക്ട് ചെയ്യും. ശരിയല്ലേ? നമ്മുടെ കയ്യിൽ നിന്ന് ഉറപ്പായിട്ടും GST കളക്ട് ചെയ്യും.
സോ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന GST വിളിക്കാം ഇൻപുട്ട് GST. ക്ലിയർ? പർച്ചേസറിന്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുക്കുന്ന GST വിളിക്കുന്ന പേരാണ് ഇൻപുട്ട് GST. ആ ലോജിക്ക് കേട്ടോ. ഓക്കെ, അതായത് ഇപ്പോ പർച്ചേസ് ചെയ്യുമ്പോഴും നമ്മൾ നമ്മുടെ കേരളത്തിനകത്തുള്ള ഒരു സപ്ലയറിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന GST ആണ് ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും അല്ലെ. ഇൻ ദ കേസ് ഓഫ് ഇൻട്രാസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ അവിടെ ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും വരുന്നു. ക്ലിയർ അല്ലേ? എന്നാൽ ഇന്റർസ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അവിടെ നമ്മൾ എന്ത് കൊടുക്കും? ഇൻപുട്ട് IGST കൊടുക്കും. ക്ലിയർ അല്ലേ? ഇൻപുട്ട് IGST കൊടുക്കും. ഫോർ എക്സാമ്പിൾ, ഒരു മൊബൈൽ ഷോപ്പ്, ആ മൊബൈൽ ഷോപ്പിൽ അവർ ആദ്യം എന്താ ചെയ്യുന്നത്? ആദ്യം അവർ മൊബൈൽ ഫുൾ കംപ്ലീറ്റ് പർച്ചേസ് ചെയ്യും അല്ലെ. മൊബൈൽ കംപ്ലീറ്റ് അവർ എന്ത് ചെയ്യും? പർച്ചേസ് ചെയ്യും. ആ മൊബൈൽ പർച്ചേസ് ചെയ്യുന്ന മൊബൈല് അവർ കേരളത്തിലുള്ള മൊബൈൽ ഷോപ്പ് കേരളത്തിലുള്ള ഒരു മൊബൈൽ ഡീലറിന്റെ കയ്യിൽ നിന്ന് മൊബൈൽ പർച്ചേസ് നടത്തിയാൽ ഉറപ്പായിട്ട് അവരെന്ത് കൊടുക്കും? ഇൻപുട്ട് CGSTയും ഇൻപുട്ട് SGSTയും കൊടുക്കും. ക്ലിയർ? എന്നാൽ കേരളത്തിന് പുറത്തുള്ള ഒരു സ്ഥലത്ത് നിന്ന് മൊബൈൽ പർച്ചേസ് നടത്തിയാൽ ഇൻപുട്ട് IGST കൊടുക്കും. ക്ലിയർ? ഇനി മൊബൈൽ സെയിൽ ചെയ്യുന്നു, നമ്മുടെ കേരളത്തിനകത്തുള്ള കസ്റ്റമർക്ക് മൊബൈൽ സെയിൽ നടത്തിയാൽ ഔട്ട്പുട്ട് CGSTയും ഔട്ട്പുട്ട് SGSTയും. കേരളത്തിന് പുറത്തുള്ള കസ്റ്റമർക്ക് മൊബൈൽ സെയിൽ നടത്തിയാൽ ഔട്ട്പുട്ട് IGST വരും. ക്ലിയർ? നമ്മൾ ആദ്യമേ പറഞ്ഞു എന്താ? നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ഉള്ള ഔട്ട്പുട്ട് GST നമുക്ക് എന്താണ്? ലൈബിലിറ്റി ടു ഗവൺമെന്റ്. ഗവൺമെന്റിന് അത് അടയ്ക്കേണ്ട പൈസയാണ് അല്ലെ, അതിൽ സംശയമൊന്നുമില്ല. അപ്പൊ ഇൻപുട്ടോ? ഇൻപുട്ട് GST പർച്ചേസ് ചെയ്യുമ്പോൾ സപ്ലയറിന് കൊടുത്ത GST, ആ ഇൻപുട്ട് നമുക്ക് ക്ലെയിം കിട്ടും. ഇൻപുട്ട് നമുക്ക് നഷ്ടപ്പെടില്ല. ഒരു GST രജിസ്റ്റേർഡ് ബിസിനസ്സുകാരന് തന്റെ ബിസിനസ്സിന് വേണ്ടി പർച്ചേസ് നടത്തിയപ്പോൾ കൊടുത്ത ഇൻപുട്ട് GST ഒരിക്കലും നഷ്ടപ്പെടില്ല. ഫോർ എക്സാമ്പിൾ, ഒരു മാസം എനിക്ക് എന്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഔട്ട്പുട്ട് GST ഒരു 1000 രൂപ സങ്കല്പിക്കുക. ഓക്കെ, ഒരു മാസം എന്റെ ബിസിനസ് സ്ഥാപനത്തിൽ ഞാൻ സെയിൽ നടത്തിയ ഇനത്തിൽ എനിക്ക് 1000 രൂപ ഔട്ട്പുട്ട് GST ഉണ്ട് സങ്കല്പിക്കുക. അതേ മാസം എനിക്ക് പർച്ചേസ് നടത്തിയ ഇനത്തിൽ ഒരു 800 രൂപ ഇൻപുട്ട് GST ഉണ്ട് സങ്കല്പിക്കുക. 1000 ഔട്ട്പുട്ടും 800 ഇൻപുട്ടും. എങ്കിൽ എന്ത് ചെയ്യുക? ഞാൻ 1000 രൂപ ഔട്ട്പുട്ട് എനിക്ക് അടയ്ക്കാനുണ്ട് ഗവൺമെന്റിന്, 800 രൂപ ഇൻപുട്ട് അതിന് ക്ലെയിം ചെയ്യാം എന്ന് പറഞ്ഞാൽ ഞാൻ 1000 രൂപ ഔട്ട്പുട്ട് അടയ്ക്കണ്ട. 1000ത്തിൽ നിന്ന് ഇൻപുട്ടായ 800 എന്ത് ചെയ്യുക? മൈനസ് ചെയ്തിട്ട് ബാക്കി വരുന്ന 200 എന്ത് ചെയ്താൽ മതി? നമ്മൾ അടച്ചാൽ മതി ഗവൺമെന്റിന്. ഇൻപുട്ട് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ? നമ്മുടെ ഔട്ട്പുട്ട് ടാക്സ് ആയ 1000 രൂപ നമുക്ക് എന്ത് ചെയ്യാം? ഇൻപുട്ടായ 800 ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? സെറ്റ് ഓഫ് ചെയ്യാം. ക്ലിയർ? സോ ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, ബാക്കി വരുന്ന എമൗണ്ട് മാത്രം എന്ത് ചെയ്താൽ മതി? ക്യാഷ് ആയിട്ട് നമ്മൾ ആ ഒരു മാസം അടച്ചാൽ മതി. ക്ലിയർ? ഞാൻ ഈ മാസം പറയാൻ കാരണം മന്ത്ലി ആണ് GST അടക്കേണ്ടത്. ക്ലിയർ? ഓക്കെ, ഒരു മാസം നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു മാസം കംപ്ലീറ്റ് ആവുമ്പോൾ എന്ത് ചെയ്യുക? ആ മാസം എത്ര സെയിൽ നടന്നു, ആ നടന്ന സെയിലിൽ നമ്മൾ എത്ര ഔട്ട്പുട്ട് GST ഉണ്ട് കാണുക. ക്ലിയർ? സിമ്പിൾ അല്ലേ? സെയിൽ നടന്നെങ്കിൽ ഉറപ്പായിട്ടും സെയിൽസിന്റെ ബില്ല് ഉണ്ടാവും അല്ലെ. ആ ഒരു മാസത്തെ സെയിൽ ബില്ല് മൊത്തം എടുക്കുക. ആ സെയിൽ ബില്ലിൽ കാണുന്ന GST എമൗണ്ട് എല്ലാം കൂട്ടി എടുക്കുക. ടോട്ടൽ എമൗണ്ടിനെ വിളിക്കാം ഔട്ട്പുട്ട് GST. സിമ്പിൾ. ആ മാസത്തെ പർച്ചേസ് ബില്ലെല്ലാം എടുക്കുക. ആ പർച്ചേസ് ബില്ലിൽ കാണുന്ന GST വിളിക്കാം ഇൻപുട്ട് GST അല്ലെ. ഇതിനെന്ത് ചെയ്യുക? ഔട്ട്പുട്ട് GST ന്ന് ഇൻപുട്ട് മൈനസ് ചെയ്യുക, ബാക്കി എമൗണ്ട് ആ മാസം പേയ്മെന്റ് ചെയ്യുക. അത്രേ ഉള്ളൂ. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മൾ ഒരു മാസമാകുമ്പോൾ ചെയ്യേണ്ട പ്രവൃത്തി. ഓക്കെ, ഒരാൾ ഡൗട്ട് അയച്ചു, ജയറാം ടേൺ ഓവർ ലിമിറ്റ് കേസ് മന്ത്ലി ഓർ ആനുവലി, അതായത് GST എടുക്കേണ്ട ഉദ്ദേശം അല്ലെ 40 ലക്ഷം, അത് ഇയർലി കേട്ടോ. ഓക്കെ, അപ്പൊ പറഞ്ഞ പോയിന്റ് ഞാനിപ്പോ പറഞ്ഞിരുന്നു. ആ ഒരു മാസം നമുക്ക് ഔട്ട്പുട്ട് 1000, ഇൻപുട്ട് 800. സോ ഔട്ട്പുട്ടിൽ നിന്ന് 800 ഇൻപുട്ട് മൈനസ് ചെയ്തിട്ട്
ബാക്കി വരുന്ന 200 രൂപ എന്ത് ചെയ്താൽ മതി? ആ മാസം ക്യാഷ് ആയിട്ട് ഗവൺമെന്റിന് അടച്ചാൽ മതി. ക്ലിയർ? പക്ഷേ അത് അത്ര സിമ്പിൾ അല്ല. കാരണം നമുക്ക് ആ ഒരു മാസം ഒരു ഔട്ട്പുട്ട് ടാക്സും ഒരു ഇൻപുട്ട് ടാക്സും ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ നമുക്ക് എന്ത് ചെയ്യാം? ജസ്റ്റ് മൈനസ് ചെയ്യുക. ഔട്ട്പുട്ട് മൈനസ് ഇൻപുട്ട്, സിമ്പിൾ. പക്ഷേ നമുക്ക് GST-യിലെ ഒരു മാസം ഒരു ഔട്ട്പുട്ടും ഒരു ഇൻപുട്ടും അല്ല, അല്ലേ? നമുക്ക് 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും വരുമെന്നല്ല, വരാം ഒരു മാസം. ശരിയല്ലേ? എങ്ങനെയാ? നമുക്ക് ആ മാസം ഇൻട്രാസ്റ്റേറ്റ് സെയിൽ ഉണ്ടെങ്കിൽ ഔട്ട്പുട്ട് CGST ഉണ്ടാകും, ഔട്ട്പുട്ട് SGST ഉണ്ടാകും. നമുക്ക് ആ മാസം ഇന്റർ സ്റ്റേറ്റ് സെയിൽ ആണെങ്കിലോ ഔട്ട്പുട്ട് IGST ഉണ്ടാകും. ശരിയല്ലേ? ഉറപ്പായിട്ടുണ്ടാവും. ക്ലിയർ? അപ്പോ ഉണ്ടാകും ഉറപ്പല്ല, നമുക്ക് ആ ഒരു ഇന്റർ സ്റ്റേറ്റ് സെയിൽ ഉണ്ടെങ്കിൽ മാത്രമേ IGST ഔട്ട്പുട്ട് വരത്തുള്ളൂ, അല്ലെ? അപ്പോ മേ ബി വരാം, 3 ഔട്ട്പുട്ട് വരാം. അതുപോലെ 3 ഇൻപുട്ട് വന്നൂടെ? ഇൻട്രാ സ്റ്റേറ്റ് പർച്ചേസ് ഉണ്ടെങ്കിൽ ഇൻപുട്ട് CGST-യും ഇൻപുട്ട് SGST-യും വരും. ക്ലിയർ? അതുപോലെ ഇന്റർ സ്റ്റേറ്റ് പർച്ചേസ് ആണെങ്കിലോ ഉറപ്പായിട്ട് നമുക്ക് ഇൻപുട്ട് IGST-യും വരും. ക്ലിയർ? അപ്പോ ഒരു മാസം നമുക്ക് 3 ഔട്ട്പുട്ട് ടാക്സും 3 ഇൻപുട്ട് ടാക്സും വരാം. ക്ലിയർ അല്ലേ? അപ്പൊ 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഔട്ട്പുട്ടിന് ഇൻപുട്ട് മൈനസ് ചെയ്യുക. അത് വളരെ സിമ്പിൾ ആയ കാര്യം ആയിരിക്കത്തില്ല. ക്ലിയർ? ഈ ഔട്ട്പുട്ടുകൾക്ക് എന്തായാലും ഈ ഔട്ട്പുട്ടുകൾക്ക് ഈ ഇൻപുട്ടുകൾ എന്ത് ചെയ്യാം? മൈനസ് ചെയ്യാം, ബാക്കി അടച്ചാൽ മതി. പക്ഷേ ഔട്ട്പുട്ടുകൾക്ക് ഇൻപുട്ട് മൈനസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സിസ്റ്റമാറ്റിക് ആയ റൂൾ ഉണ്ട്. GST-യില് ഒരു സിസ്റ്റമാറ്റിക് ആയ റൂൾ പറയുന്നുണ്ട്. 3 ഔട്ട്പുട്ടുകളെയും 3 ഇൻപുട്ട് ഉപയോഗിച്ച് എങ്ങനെയാണ് മൈനസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം. ക്ലിയർ? നമുക്കിനി നോക്കേണ്ടത് ആ റൂൾസ് ആണ്. ക്ലിയർ? ഓക്കെ. അതായത് പണ്ടത്തെ വാറ്റ് സമയത്തൊക്കെ സിമ്പിൾ ആയിരുന്നു. എന്താ? ഔട്ട്പുട്ട് വാറ്റ്, ദെൻ ഇൻപുട്ട് വാറ്റ്, ഔട്ട്പുട്ട് ഇൻപുട്ട് മൈനസ് ചെയ്യുക, ബാക്കി എമൗണ്ട് പേയ്മെന്റ് ചെയ്യുക. ക്ലിയർ? ഷിപ്പ് അങ്ങനെയല്ല, 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ. അപ്പൊ നമുക്ക് ഇനി അടുത്ത് പറയേണ്ടത് എങ്ങനെയാണ് 3 ഔട്ട്പുട്ട് ടാക്സിനെ ഈ 3 ഇൻപുട്ട് ഉപയോഗിച്ച് എങ്ങനെ സെറ്റ് ഓഫ് ചെയ്യാം. വളരെ ഇമ്പോർട്ടന്റ് ഏരിയ. ക്ലിയർ? ഓക്കെ. അപ്പോ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ബുക്കിൽ നോട്ട് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ. അതായത് നമുക്ക് 3 ഔട്ട്പുട്ടും 3 ഇൻപുട്ടും ഉണ്ട്. ഏതൊക്കെയാ? ഔട്ട്പുട്ട് IGST, ഔട്ട്പുട്ട് CGST, ഔട്ട്പുട്ട് SGST. ക്ലിയർ അല്ലേ? 3 ഔട്ട്പുട്ട്, അതിൽ 3 ഇൻപുട്ട്. അതിൽ ഈ 3 ഔട്ട്പുട്ടുകൾക്ക് 3 ഇൻപുട്ട് ക്ലെയിം എടുക്കാം. നമുക്ക് ഈ പഠിക്കേണ്ടത് ആ റൂൾ എങ്ങനെയാണ്. സിമ്പിളായി പറയാം. ഈ 3 ഔട്ട്പുട്ട് ഉള്ളതിൽ നമ്മൾ ഫസ്റ്റ് ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ടാക്സ് ഏതാണ്? ക്ലിയർ? അങ്ങനെയുണ്ട്. ഈ 3 ഔട്ട്പുട്ട് ഉള്ളതിൽ നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്, അതായത് ഇൻപുട്ടുകൾ ഉപയോഗിച്ച് സെറ്റ് ഓഫ് ചെയ്യേണ്ട ഔട്ട്പുട്ട് ഈ 3 ഔട്ട്പുട്ടിൽ ഏതാണ്? അങ്ങനെയൊന്നുണ്ട്. അത് IGST ഔട്ട്പുട്ട് ആണ്. ക്ലിയർ? IGST ഔട്ട്പുട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ക്ലിയർ? IGST ഔട്ട്പുട്ട് ആണ് നമ്മൾ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. ക്ലിയർ? ഈ IGST ഔട്ട്പുട്ട് ടാക്സിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 3 ഇൻപുട്ടില്ലേ? നമുക്ക് 3 ഇൻപുട്ട്. ആ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാമോ? 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ക്ലിയർ? IGST ഔട്ട്പുട്ടിനെ സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെയുള്ള 3 ഇൻപുട്ടില്ലേ, ആ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ക്ലെയിം എടുക്കാൻ അവകാശമുണ്ട്. ക്ലിയർ? ആ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. പക്ഷെ അതിൽ ആദ്യം ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം, രണ്ടാമത് ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം, മൂന്നാമത് ഏത് ഇൻപുട്ട് ക്ലെയിം എടുക്കാം, അതിനും എന്തുണ്ട്? ഒരു ഓർഡർ ഉണ്ട്. ക്ലിയർ? അതായത് IGST
ഔട്ട്പുട്ടിന് ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? IGST ഔട്ട്പുട്ടിന് ആദ്യം ക്ലെയിം എടുക്കേണ്ടത് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? അപ്പോ IGSTയിലുള്ള ഇൻപുട്ട് ആദ്യം എന്ത് ചെയ്യുക? ക്ലെയിം എടുക്കുക. IGSTയിലുള്ള ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് വീണ്ടും ബാലൻസ് ലയബിലിറ്റി ഉണ്ട് എങ്കിൽ മാത്രം എന്ത് ചെയ്യുക? IGST ഔട്ട്പുട്ട് രണ്ടാമത് CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. അപ്പോ IGST ഔട്ട്പുട്ട് ആദ്യം സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. അത് ക്ലെയിം എടുത്തിട്ടും വീണ്ടും IGST ഔട്ട്പുട്ട് ലയബിലിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക? രണ്ടാമത് CGSTന്റെ ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? CGSTന്റെ ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുത്തു, രണ്ടാമത് CGST ഇൻപുട്ട് ക്ലെയിം എടുത്തു. രണ്ട് ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ട്. അങ്ങനെയെങ്കിൽ എന്ത് ചെയ്യുക? അവസാനം SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? അവസാനം SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ? അപ്പോ ആദ്യം സെറ്റ് ഓഫ് ചെയ്യേണ്ടത് IGST ഔട്ട്പുട്ട് ആണ്. IGST ഔട്ട്പുട്ടിന് 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാം. ആദ്യം ക്ലെയിം എടുക്കേണ്ടത് സ്വന്തം ഇൻപുട്ടായ IGST ഇൻപുട്ട് ആണ്. രണ്ടാമത് ക്ലെയിം എടുക്കേണ്ടത് CGST ഇൻപുട്ട് ആണ്. അവസാനം ക്ലെയിം എടുക്കേണ്ടത് SGST ഇൻപുട്ട് ആണ്. ഇൻ കേസ് ആദ്യമേ IGST ഇൻപുട്ട് ക്ലെയിം എടുത്തപ്പോ തന്നെ IGST ഔട്ട്പുട്ട് 0 ആയി പോയെങ്കിൽ പിന്നെ അടുത്ത് രണ്ട് ഇൻപുട്ട് ആവശ്യമുണ്ടോ? ആവശ്യമില്ല. ക്ലിയർ? അപ്പോ ഈ IGST ഔട്ട്പുട്ട് ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുത്തു. ഈ 3 ഇൻപുട്ടും ക്ലെയിം എടുത്തിട്ടും വീണ്ടും IGSTയിലെ ഔട്ട്പുട്ട് ടാക്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക? അത് ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? അത് ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പേയ്മെന്റ് ചെയ്യണം. ഓക്കെ? അത് നമ്മൾ എന്ത് ചെയ്യുക? ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ഓക്കെ? അപ്പൊ അങ്ങനെ അതാവുമ്പോ IGST കംപ്ലീറ്റ് ആയി. ദെൻ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്ത ലയബിലിറ്റി ഏതാണ്? രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്ത ലയബിലിറ്റി CGST ഔട്ട്പുട്ട് ആണ്. ക്ലിയർ? രണ്ടാമത് ഹലോ അരവിന്ദ്, ഞങ്ങൾക്ക് കുറച്ച് ഭാഗം സൗണ്ട് ഇല്ലാതെ വന്നായിരുന്നു. നമ്മളെ IGST ഒന്ന് സെറ്റ് ഓഫ് ചെയ്യുന്ന പോർഷൻ കുറച്ചു നേരം സൗണ്ട് കിട്ടിയില്ല. അതൊന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? IGSTയില് എവിടെ വരെ ക്ലിയർ ആയിരുന്നു? IGSTയില് ഫസ്റ്റ് സെറ്റ് ഓഫ് ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST നമ്മള് ബാക്കി CGST പിന്നീട് SGST പിന്നെ സൗണ്ട് കട്ടായി. ആദ്യം IGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. വീണ്ടും IGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ? ആ CGST ഇൻപുട്ട് ക്ലെയിം എടുത്ത ശേഷം വീണ്ടും IGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം? SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ക്ലിയർ? ഓക്കെ? അപ്പൊ ഈ 3 ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും IGSTയിൽ വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക? അത് ആ മാസം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ അല്ലേ? അത് ആ മാസം ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യണം. ക്ലിയർ? ഓക്കെ? അപ്പോ IGST തീരുമാനമായി അല്ലെ? IGST മൊത്തമായിട്ട് തീരുമാനമായി. ഇനി രണ്ടാമത് സെറ്റ് ഓഫ് ലയബിലിറ്റി ഏതാ? CGST ആണ്. ഓർഡർ പ്രകാരം നമ്മുടെ GST സെറ്റ് ഓഫിന്റെ ഓർഡർ പ്രകാരം രണ്ടാമത് സെറ്റ് ഓഫ് ചെയ്യേണ്ട ലയബിലിറ്റി CGST ആണ്. CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് IGST പോലെ 3 ഇൻപുട്ടും ക്ലെയിം എടുക്കാൻ അവകാശമില്ല. 2 ഇൻപുട്ട് മാത്രമേ ക്ലെയിം എടുക്കാൻ അവകാശമുള്ളൂ. ക്ലിയർ? അത് IGST ഇൻപുട്ടും ദെൻ CGST ഇൻപുട്ടുമാണ്. ക്ലിയർ? മനസ്സിലായല്ലോ? ഓക്കെ? CGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് IGST ഇൻപുട്ട് ആണ്. ക്ലിയർ? IGST ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും CGST ഔട്ട്പുട്ട് 0 ആയിട്ടില്ല, വീണ്ടും ലയബിലിറ്റി ഉണ്ടെങ്കിൽ സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാം. അതായത് CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ആ ലോജിക്ക് കേട്ടോ. ഒരു സെക്കൻഡ്
അപ്പൊ നമ്മൾ ഈ IGST ഇൻപുട്ട് നമ്മൾ ക്ലെയിം ചെയ്യുമ്പോൾ നമുക്ക് ആദ്യം IGST എടുക്കാം, പിന്നെ CGST എടുക്കാം, SGST എടുക്കാം, അങ്ങനെയല്ലേ? യെസ്. ആ സെക്കൻഡ്, അതിപ്പം പിന്നീട് ഇപ്പൊ IGST ബാലൻസ് ഉണ്ടെങ്കിൽ, ഇൻപുട്ട് ബാലൻസ് ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് CGST എടുക്കാൻ പറ്റില്ലേ? ഇപ്പൊ ഈ മൂന്നിലും നമ്മൾ എടുത്ത് ക്ലിയർ ചെയ്ത് തീർന്നു. ഇൻപുട്ട് IGST ഇൻപുട്ട് എടുത്ത് നമ്മൾ ക്ലിയർ സെറ്റ് ഓഫ് ചെയ്തപ്പോഴത്തേനും നമ്മുടെ IGST ഔട്ട്പുട്ടും IGST ഇൻപുട്ട് 0 ആണെങ്കിൽ CGST ഔട്ട്പുട്ടിന് ക്ലെയിം കിട്ടത്തില്ല അല്ലേ? ഉണ്ടാവില്ല അവിടെ. കിട്ടും. അപ്പൊ CGST ഔട്ട്പുട്ട് ആദ്യം റൂൾ പ്രകാരം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ട് ആണെന്നേ ഉള്ളൂ. IGST ഇൻപുട്ടിൽ ആ സമയത്ത് ക്ലെയിം ഇല്ല എങ്കിൽ CGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഒരു എക്സാമ്പിൾ പറഞ്ഞാല് നമ്മൾ IGST ഇൻപുട്ട് നമുക്ക് ഒരു 200 രൂപ, CGST ഒരു 800 രൂപ ഇൻപുട്ട് ആട്ടോ ഞാൻ പറയുന്നത്. SGST അത് സെയിം 800 രൂപ വരും. അപ്പൊ നമുക്ക് 1800 രൂപ നമുക്ക് ഇൻപുട്ട് ടാക്സ് ഉണ്ട്, മനസ്സിലായോ? അത് ഔട്ട്പുട്ടിലോട്ട് IGST വരുമ്പോൾ നമ്മളൊരു 2000 അല്ലെങ്കിൽ ഒരു 1500 രൂപ നമുക്ക് ഉണ്ടെങ്കിൽ CGST ഔട്ട്പുട്ട് ഒരു 1200-ഉം SGST ഒരു 1200-ഉം വന്നെന്ന് വെച്ചോ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ നമ്മൾ അതെനിക്ക് ക്ലിയർ ആയിട്ടില്ല. ഒരു കാര്യം ചെയ്യാം, എന്തായാലും നമ്മളിപ്പോ ഈ ഒരു SGST പറഞ്ഞ ശേഷം ഉണ്ടല്ലോ, ഞാൻ ഒരു 3 എക്സാമ്പിൾ ഉണ്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, നമുക്കത് പ്രാക്ടീസ് ചെയ്യാം. ആ എക്സാമ്പിൾ കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അപ്പൊ എനിക്ക് തോന്നുന്നു ഞാൻ സെറ്റ് ആക്കി എക്സാമ്പിൾ കഴിയുമ്പോ നമ്മുടെ ഡൗട്ട് ഉണ്ടാവാൻ ചാൻസ് ഇല്ല. ഓക്കെ, ക്ലിയർ? ഓക്കെ. അപ്പോ രണ്ടാമത് പറഞ്ഞത് CGST ആണ് അല്ലെ? CGST ക്ലിയർ ആയല്ലോ. CGST ഔട്ട്പുട്ട് ആണെങ്കിൽ ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ടും രണ്ടാമത് CGST ഇൻപുട്ടും. ഓക്കെ, രണ്ട് ഇൻപുട്ട് ക്ലെയിം എടുത്തിട്ടും വീണ്ടും CGST ലയബിലിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് ക്യാഷ് ആയിട്ട് പേയ്മെന്റ് ചെയ്യാം. അടുത്ത് അവസാനം ഏതാ? SGST ഔട്ട്പുട്ട് അല്ലെ? SGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം എടുക്കേണ്ടത് IGST ഇൻപുട്ട്, രണ്ടാമത് SGST ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ റൂൾ എന്ന് പറയുമ്പോൾ. ക്ലിയർ? ഞാനൊരു എക്സാമ്പിൾ നോക്കാം നമുക്ക്. ഓക്കെ, ഒരു എക്സാമ്പിൾ ആണേ. ഞാൻ ഔട്ട്പുട്ട് IGST CGST സൂം ഔട്ട് ചെയ്യോ, സൂം ഇൻ ചെയ്യോ, സൂം ഇൻ ചെയ്യുക, സ്ക്രീൻ ഔട്ട്പുട്ട് ചെയ്യുന്ന മാത്രം. കൺട്രോൾ മൗസ് സ്ക്രോൾ ചെയ്താൽ മതി. എങ്ങനെ കൺട്രോൾ ഞെക്കി പിടിച്ചിട്ട് മൗസ് സ്ക്രോൾ ചെയ്താൽ മതി. ആ ടൈപ്പ് ചെയ്ത പോർഷനിൽ വെച്ച് കഴിഞ്ഞിട്ട്. ഓക്കെ, ലിമിറ്റ്. ഉള്ളൊരു കാര്യം ചെയ്യാം, ഇതാണ് എക്സാമ്പിൾ. ഓക്കെ, ഇത് ക്ലിയർ അല്ലേ? ഓക്കെ, കുഴപ്പമില്ല. ക്ലിയർ ക്ലിയർ. ഓക്കെ ഓക്കെ. ഓക്കെ, ഇതിൽ നമുക്ക് നിങ്ങൾ ബുക്കിൽ നോട്ട് ചെയ്തോ ഈ എക്സാമ്പിള് സെൽഫ് ആയിട്ടൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഔട്ട്പുട്ട് എമൗണ്ട് IGST ഔട്ട്പുട്ട് എത്രയുണ്ട്? 1000 അല്ലെ? 1000 ഉണ്ട്. CGST ഔട്ട്പുട്ട് 500, SGST 500. ഓക്കെ, ഇൻപുട്ട് ആണെങ്കിലോ IGST ഇൻപുട്ട് 1000, CGST 400,
SGST 400. ക്ലിയർ? ഓക്കെ. അതിൽ ഒരു മിനിറ്റ്, IGST ഇൻപുട്ടും ഔട്ട്പുട്ടും സെയിം എമൗണ്ട് ഒരിക്കലും വരുമോ? വരത്തില്ലല്ലോ. അങ്ങനെ ഇൻപുട്ട് എപ്പോഴും കുറഞ്ഞല്ലേ നിൽക്കത്തുള്ളൂ. കാരണം നമ്മള് ലാഭം കൂടെ ഇട്ടിട്ടാണല്ലോ നമ്മളെ ഔട്ട്പുട്ട് സെയിൽ ചെയ്യുന്നത്. ഇല്ല, അങ്ങനെ നോക്കട്ടെ. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമുക്ക് കഴിഞ്ഞ മാസത്തിലെ എക്സസ് ഇൻപുട്ട് ഇങ്ങോട്ട് ക്യാരി ഫോർവേഡ് ആവാലോ, അങ്ങനെയും സാഹചര്യം വരാലോ. ഓക്കെ ഓക്കെ, ഇപ്പൊ ജസ്റ്റ് എക്സാമ്പിൾ ആണ്, അങ്ങനെ വന്നാൽ ഓക്കെ. അതായത് ഇപ്പൊ ഇവിടെ ഇങ്ങനെ വരുമ്പോ നമുക്ക് ആദ്യ സെറ്റ് ഓഫ് ചെയ്യേണ്ട ഏത് ലയബിലിറ്റി, ഏത് ഔട്ട്പുട്ട് ആണ്? IGST ആണ്. IGST ആണ് ആദ്യ ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യേണ്ടത്. അപ്പൊ IGST ഔട്ട്പുട്ട് സെറ്റ് ഓഫ് ചെയ്യാൻ വേണ്ടി ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് എവിടുന്ന? IGST ഇൻപുട്ട് ആണ് അല്ലെ? IGST ഇൻപുട്ടിൽ എത്രയുണ്ട്? 1000 ഉണ്ട്. അപ്പൊ IGST ഇൻപുട്ടിലുള്ള 1000 ഇൻപുട്ട് മൊത്തം എന്ത് ചെയ്യാം? ക്ലെയിം എടുക്കാം അല്ലെ? അതിലും സംശയമില്ല. ഓക്കെ, അപ്പോ ആ IGST ഔട്ട്പുട്ട് 1000 രൂപ, അത് IGST ഇൻപുട്ട് 1000 ക്ലെയിം എടുക്കുമ്പോൾ 0 ആകും അല്ലെ? IGST ഔട്ട്പുട്ട് 1000 എന്താവും? 0 ആയി മാറും. ക്ലിയർ അല്ലേ? ഓക്കെ, IGST ഇൻപുട്ട് എന്തായി മാറി? 0. അപ്പൊ ഇവിടെ ഇനി IGST ഔട്ട്പുട്ടിന് CGST ഇൻപുട്ട് ആവശ്യമില്ല, SGST ഇൻപുട്ട് ആവശ്യമില്ല. ക്ലിയർ അല്ലേ? ഓക്കെ ഓക്കെ, അപ്പൊ IGST തീരുമാനമായി, ഔട്ട്പുട്ട് 0 ആയി. ഓക്കെ, ഇനി അടുത്ത സെറ്റ് ഓഫ് ലയബിലിറ്റി ഏതാ? CGST ഔട്ട്പുട്ട് ആണ്. CGST ഔട്ട്പുട്ട് 500 രൂപയുണ്ട്. റൂൾ പ്രകാരം ആദ്യം ക്ലെയിം എടുക്കേണ്ട ഇൻപുട്ട് എവിടെ നിന്നാണ്? IGST ഇൻപുട്ട് ആണ്. പക്ഷെ ഇവിടെ IGST ഇൻപുട്ട് 0 ആണ് അല്ലെ? ആകെപ്പാടെ ഉണ്ടായിരുന്ന 1000 രൂപ ഇൻപുട്ട് ആരെടുത്തു? അത് ആദ്യമേ IGST ഔട്ട്പുട്ട് എടുത്തിരുന്നു. സോ IGST ഇൻപുട്ട് ഇപ്പൊ എത്രയാണ്? 0 ആണ്. ക്ലിയർ? സോ CGST ഔട്ട്പുട്ടിന് IGST ഇൻപുട്ട് എടുക്കാൻ അവിടെ ഒന്നുമില്ല. സോ എന്ത് ചെയ്യാം? സോ CGST ഔട്ട്പുട്ടിന് എന്ത് ചെയ്യാം? സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാലോ. ഓക്കെ, അപ്പൊ CGST ഔട്ട്പുട്ട് എന്ത് ചെയ്യും? 500 രൂപ, CGST ഇൻപുട്ട് 400 ക്ലെയിം എടുക്കുമല്ലോ, ക്ലെയിം എടുക്കും. അപ്പൊ ക്ലെയിം എടുക്കുമ്പോൾ CGST ഇൻപുട്ട് എന്തായി മാറും? 0. ക്ലിയർ അല്ലേ? 400 മൊത്തം ക്ലെയിം എടുക്കും, 0. ഇവിടെ എന്തായി മാറും? CGST ഔട്ട്പുട്ട് ബാക്കി എത്ര ഉണ്ടാവും? 100 രൂപ ബാക്കി ലയബിലിറ്റി ഉണ്ടാവും. ശരിയല്ലേ? ഓക്കെ, ശരിയാണ്. ഓക്കെ, അപ്പോ CGSTയും തീരുമാനമായി, 0 അല്ല, 100 രൂപ ലയബിലിറ്റി അല്ലെ? കാരണം ഈ 100 രൂപ ഇനി ക്ലെയിം എടുക്കാൻ ഇൻപുട്ട് വേറെ ഉണ്ടോ? ഇല്ല. CGSTക്ക് SGST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. ക്ലിയർ അല്ലേ? CGSTക്ക് IGST ഇൻപുട്ടും CGST ഇൻപുട്ട് മാത്രമേ ക്ലെയിം ചെയ്യാൻ സാധിക്കൂ. ക്ലിയർ? ഓക്കെ, അപ്പോ ഈ CGSTയിൽ ബാലൻസ് വന്ന 100 രൂപ ലയബിലിറ്റി ഇല്ലേ, അത് ആ മാസം ക്യാഷ് ആയിട്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യണം. ഓക്കെ, ക്ലിയർ? അടുത്ത് SGST ആണ്. SGST അതുപോലെ 500 രൂപ ലയബിലിറ്റി ഉണ്ട്. റൂൾ പ്രകാരം ആദ്യം ക്ലെയിം എടുക്കേണ്ടത് എവിടുന്ന? IGST ഇൻപുട്ട് ആണ്. IGST ഇൻപുട്ട് 0 ആണ്, അവിടെ ഒന്നുമില്ല. അപ്പൊ എന്ത് ചെയ്യാം? ധൈര്യമായിട്ട് സ്വന്തം ഇൻപുട്ട് ക്ലെയിം എടുക്കാം അല്ലെ? SGST എത്രയുണ്ട്? ഇൻപുട്ട് 400 ഉണ്ട്, അത് ക്ലെയിം എടുക്കാം. ക്ലെയിം എടുക്കുമ്പോൾ SGSTയിലെ ഇൻപുട്ട് എന്തായി മാറി? 0. ഇവിടെ എന്തായി മാറി? SGST ലയബിലിറ്റി ബാക്കി എത്രയുണ്ട്? 100 രൂപയുണ്ട്. ആ 100 രൂപ ആ മാസം ക്യാഷ് ആയിട്ട് അടയ്ക്കേണ്ടി വരും. അപ്പോ ഇതാണ് നമ്മുടെ ഒരു മന്ത്ലി സ്റ്റാറ്റസ് എങ്കിൽ ഇതാണ് ക്ലെയിം എടുക്കുമ്പോൾ വരുന്ന ലയബിലിറ്റി. ഇവിടെ നമുക്ക് 3 ഇൻപുട്ടും എന്തായി? 0 ആയി മാറി. 3 ലയബിലിറ്റി ഉള്ളതിൽ IGST ലയബിലിറ്റി 0, CGSTയും SGSTയും 100 രൂപ വീതം ക്യാഷ് അടയ്ക്കാനുണ്ട്. ക്ലിയർ? ഈ എക്സാമ്പിളിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സംശയം ആർക്കെങ്കിലും? ജയറാം ചോദിച്ചു, ഇഫ് ഔട്ട്പുട്ട് ലെസ് ദാൻ ഇൻപുട്ട് ദെൻ വാട്ട് ഈസ് ദ പ്രൊസീജിയർ? അതായത് ഇൻപുട്ട് നെക്കാൾ ഔട്ട്പുട്ട് കുറവാണെങ്കിൽ ഇൻപുട്ട് അധികം വരും അല്ലെ? ഈ മാസം ഇൻപുട്ട് അധികമാണെങ്കിൽ ആ ഇൻപുട്ട് അടുത്ത മാസത്തെ ഇൻപുട്ടായി മാറും കേട്ടോ. അടുത്ത മാസത്തെ ഇൻപുട്ടിലേക്ക് ക്യാരി ഫോർവേഡ് ആവും. ക്ലിയർ അല്ലേ? ഈ മാസത്തെ ഇൻപുട്ട് അധികം അടുത്ത മാസം ഇൻപുട്ടായി മാറും. അവിടെയാണ് ഒരു സംശയം. പറയൂ. അവിടെ ഒരു സംശയമുണ്ട്. നമ്മള് എല്ലാ മാസവും നമ്മള് GST ഫയൽ ചെയ്യുന്നതല്ലേ? അപ്പൊ പിന്നെ അവിടെ ബാലൻസ് ഇൻപുട്ടും ഔട്ട്പുട്ടും കാണില്ലല്ലോ. നമ്മൾ ഓൾറെഡി അവിടെ പേ ചെയ്ത് അവിടെ ക്ലോസ് ചെയ്യുമല്ലേ? അല്ലെ, ഇൻപുട്ട് അധികം ഉണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവുമല്ലോ അവിടെ. ഫോർ എക്സാമ്പിൾ നമുക്ക്, അതായത് ഇൻ കേസ്
നമുക്ക് പർച്ചേസ് അധികം വരാമല്ലോ. പർച്ചേസ് നടത്തിയ എല്ലാ ഐറ്റവും ആ മാസം സെയിൽ നടക്കത്തില്ലല്ലോ അല്ലെ. നമ്മളിപ്പോ ഒരു 500 മൊബൈൽ മേടിച്ചു, അതില് 10 മൊബൈൽ സെയിൽ ആയുള്ളൂ ആ മാസം. പക്ഷെ 500ന്റെ ഇൻപുട്ടും ക്ലെയിം എടുക്കാമല്ലോ. ആ ലോജിക്ക് കേട്ടോ. അപ്പൊ ഇൻപുട്ട് അവിടെ ഉണ്ടാവും. നമുക്ക് ആ എക്സസ് ഉള്ള ഇൻപുട്ട് ഈ മാസം ആവശ്യമില്ല, ഈ മാസം ഔട്ട്പുട്ട് കുറവാണ്, സോ അത് അടുത്ത മാസത്തെ ഇൻപുട്ടാക്കി മാറും. അതിങ്ങനെ ഓരോ മാസവും നമുക്ക് എന്ത് ചെയ്യാം, ക്യാരി ഫോർവേഡ് ചെയ്ത് പോവാം കേട്ടോ. എപ്പോ വേണോ അത് ക്ലെയിം എടുക്കാം. ക്ലിയർ? ആലോചിച്ച് ടൈം ലിമിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ? അതെ, ഉറപ്പായിട്ടും ക്രെഡിറ്റ് ലെഡ്ജറിൽ ഉണ്ടാവും. അതെ, പക്ഷേ നമ്മൾ ഒരു ഈ പർച്ചേസ് ബില്ല്, ആ ബില്ല് നമ്മൾ സൈറ്റിൽ കാണിച്ചില്ല എങ്കിൽ, ആ ഇൻപുട്ട് സൈറ്റിൽ എൻറ്റർ ചെയ്തിട്ടില്ല എങ്കിൽ അതിന് ടൈം ലിമിറ്റ് ഉണ്ട്, 1 വർഷം. ആ സമയം കഴിഞ്ഞാൽ പിന്നെ അത് ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷെ ആ പർച്ചേസ് ബില്ല് പ്രകാരം ആ ഇൻപുട്ട് സൈറ്റിൽ കാണിച്ചാൽ പിന്നെ അത് ലൈഫിൽ എന്നായാലും എത്ര വർഷം കഴിഞ്ഞാലും അത് അവിടെ ഉണ്ടാവും, ക്ലെയിം എടുക്കാം. ഓക്കെ, ക്ലിയർ? നമ്മളിപ്പോ അൺരജിസ്റ്റേർഡ് പർച്ചേസറിൽ നിന്നാണ് സാധനം വാങ്ങിക്കുന്നതെങ്കിൽ നമുക്ക് ഇൻപുട്ട് കിട്ടില്ലല്ലോ. അപ്പൊ നമ്മൾ അത് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ക്ലെയിം ചെയ്യും? അല്ല, നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മളൊരു അൺരജിസ്റ്റേർഡ് ആളിന്റെ കയ്യിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നില്ലല്ലോ അവിടെ അദ്ദേഹത്തിന്, അല്ലേ? നമ്മൾ സാധനം മേടിക്കുമ്പോൾ ടാക്സ് സപ്ലൈന് കൊടുത്താലല്ലേ നമുക്ക് ഇൻപുട്ട് കൊടുത്തു എന്ന് പറയത്തുള്ളൂ. നമ്മളത് സെയിൽ ചെയ്യുമ്പോൾ ഓൾറെഡി നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ ടാക്സ് കളക്ട് അടയ്ക്കും. പക്ഷെ പർച്ചേസിന് ഇൻപുട്ട് ഇല്ലല്ലോ. നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഇൻപുട്ട് സപ്ലൈന് കൊടുത്താലല്ലേ നമുക്കൊരു ഇൻപുട്ട് നഷ്ടപ്പെട്ടുള്ളൂ. അതിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുക. ഇവിടെ ടാക്സ് കൊടുത്തിട്ടില്ലല്ലോ, സോ ക്ലെയിം എടുക്കുന്നില്ല, അല്ലെ? ആ ലോജിക്ക്. നമ്മൾ ഈ ഔട്ട്പുട്ട്, നമ്മൾ ഈ ടാക്സ് കസ്റ്റമറുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസ മുഴുവൻ നമ്മൾ അവിടെ ഗവൺമെന്റിലോട്ട് അടയ്ക്കാൻ നമ്മൾ ബാധ്യസ്ഥരാണ്. ക്ലെയിം ചെയ്യാൻ അവകാശമില്ല. ഇല്ല ഇല്ല ഇല്ല. പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ബിസിനസ് സ്ഥാപനത്തിൽ ഇപ്പോ എന്റെ ഈ ഓഫീസിൽ ഞാനൊരു AC മേടിച്ചു. AC മേടിച്ച ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ എനിക്ക് അവകാശമുണ്ടോ? ഉണ്ട്, ക്ലെയിം ചെയ്യാം. ഞാൻ എന്റെ ഓഫീസിൽ ഒരു കമ്പ്യൂട്ടർ മേടിച്ചു, ക്ലെയിം ചെയ്യാം, അല്ലേ? ഈ ചെയർ മേടിച്ചു, ഈ ലാപ്ടോപ്പ് മേടിച്ചു, ക്ലെയിം ചെയ്യാം. ഇതൊക്കെ എന്റെ ഓഫീസിലേക്ക് എനിക്ക് ഒരു പ്രിന്റർ മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഞാൻ A4ന്റെ ബണ്ടിൽ പേപ്പർ മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം എടുക്കാം. സ്റ്റേഷനറി ആയിട്ട് ഒരു കാൽക്കുലേറ്റർ മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം എടുക്കാം. ഓഫീസിലേക്ക് മൊബൈൽ മേടിച്ചു, ഇൻപുട്ട് ക്ലെയിം എടുക്കാം. അതെല്ലാം നമ്മുടെ ഇപ്പൊ സർവീസസ് ആണെങ്കിൽ അതിന്റെ ഉള്ളിൽ വരുന്നതാണോ ഈ ക്ലെയിമിംഗ് എല്ലാം? അല്ല, ഈ ഇൻപുട്ട് സർവീസ് അല്ലേ? അല്ല, സർവീസ് ആയാലും ഗുഡ്സ് ആയാലും ഏത് GST എടുത്ത ബിസിനസ് സ്ഥാപനം ആയാലും എല്ലാ ഇൻപുട്ടും ക്ലെയിം എടുക്കാം. സർവീസുകാർക്ക് ഈ ഇൻപുട്ട് മാത്രമേ ഉണ്ടാവത്തുള്ളൂ, അല്ലേ? മെയിൻ ആയിട്ടും വേറെ അവർക്ക് ഇല്ലല്ലോ. അവർക്ക് ഔട്ട്പുട്ട് കുറവല്ലേ? ഔട്ട്പുട്ട് ഇൻപുട്ട് കുറവായിരിക്കും അല്ലേ അവർക്ക്? കാരണം അവർക്ക് ഇൻപുട്ട് ഓഫീസ് എക്സ്പെൻസേ ഉണ്ടാവത്തുള്ളൂ. ക്ലിയർ? പർച്ചേസ് വേറെ ഇല്ലല്ലോ. ഓക്കെ. പക്ഷെ ഗുഡ്സുകാർക്കാണെങ്കിലോ പർച്ചേസ് ഇൻപുട്ടും ക്ലെയിം എടുക്കാം, ഓഫീസ് എക്സ്പെൻസ് ഇൻപുട്ടും ക്ലെയിം എടുക്കാം, അല്ലേ? ഓക്കെ. പക്ഷെ എല്ലാ ഇൻപുട്ടും ക്ലെയിം ചെയ്യാൻ പറ്റില്ല. ചില ഇൻപുട്ടുകൾക്ക് ലിമിറ്റ് ഉണ്ട്, ബ്ലോക്ക് ആണ്. ഫോർ എക്സാമ്പിൾ, ഓഫീസിലേക്ക് ഇപ്പോ ഓഫീസിലേക്ക് ഒരു വാഹനം മേടിച്ചു, ഒരു വെഹിക്കിൾ മേടിച്ചു. ആ വെഹിക്കിൾ മേടിച്ചത് ഓഫീസിന്റെ പേരിലാണ് മേടിച്ചത്. പക്ഷേ അതിന്റെ GST ഇൻപുട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ, ആ വാഹനം മേടിച്ചത് എന്റെ ഗുഡ്സ് ട്രാൻസ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണെങ്കിൽ ഇൻപുട്ട് ക്ലെയിം എടുക്കാം. പക്ഷെ എന്റെ സ്റ്റാഫിനെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ടുപോകാൻ വേണ്ടിയാണെങ്കിൽ, അല്ലെങ്കിൽ കമ്പനിയുടെ ബോസിന് ട്രാൻസ്പോർട്ട് വേണ്ടിയാണെങ്കിൽ ക്ലെയിം ചെയ്യാൻ പാടില്ല. ക്ലിയർ? പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി വാഹനം മേടിച്ചാൽ ക്ലെയിം ചെയ്യാൻ പാടില്ല. പക്ഷേ അതും ക്ലെയിം ചെയ്യാം. 13 സീറ്റിംഗ് കപ്പാസിറ്റിക്ക് മേലെയുള്ള വാഹനമാണെങ്കിൽ, പാസഞ്ചർ ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും ക്ലെയിം എടുക്കാം. സ്കൂൾ ബസ്, സ്കൂളിന് ക്ലെയിം എടുക്കാം 13ന് മേലെ സീറ്റ് ഉണ്ടെങ്കിൽ, ഡ്രൈവർ ഉൾപ്പെടെ. അങ്ങനെ കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഇൻപുട്ട് ക്ലെയിം എടുക്കാനും കണ്ടീഷൻ ഉണ്ട്, ഇൻപുട്ട് ക്ലെയിം എടുത്തുകൂടാ എന്നുള്ളതും പ്രത്യേകമുണ്ട്. ക്ലിയർ? ഓക്കെ. അപ്പൊ ഇതിൽ നമുക്ക് ഇന്നിപ്പോ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരു ചോദ്യം കൂടെ. അപ്പൊ ഇപ്പൊ ഈ വണ്ടിയുടെ കേസ് പറഞ്ഞപ്പോഴത്തേക്ക് അത് ഒറ്റ ടൈം നമുക്ക് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ഇതെന്താണ്, ഒത്തിരി നാള് കൊണ്ടല്ലേ നമുക്ക് അത് സെറ്റിൽ ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലുമില്ല. അതായത് ഇൻപുട്ട് ക്ലെയിം എടുക്കുക ഉദ്ദേശിച്ചേ? അതെ തന്നെ. അത് പണ്ട് അങ്ങനെ ആയിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. വാഹനമായാലും എന്ത് അസറ്റ് മേടിച്ചാലും
ആ സമയം നമുക്ക് ഫുൾ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാം. മനസ്സിലായോ? ഓക്കെ, ക്ലിയർ. ഒന്നും കൂടെ പറയാൻ എനിക്ക് ഇടയ്ക്ക് നോയ്സ് വന്നു. അതായത് നമുക്ക് ഫസ്റ്റിലെ ഇൻപുട്ട് മൊത്തം ക്ലെയിം എടുക്കാം കേട്ടോ. ഫസ്റ്റിലെ ഇൻപുട്ട് മൊത്തം ക്ലെയിം എടുക്കാം. ഓക്കെ, അതായത് അതിപ്പോ ഒരു ബൾക്ക് എമൗണ്ട് ആയിരിക്കുമല്ലോ എന്തായാലും ഒരു അതെ. അപ്പൊ അത് ഫസ്റ്റ് ടൈം തന്നെ നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും അല്ലെ? അതെ, ക്ലെയിം ചെയ്യാം കേട്ടോ. ഓക്കെ, ഇപ്പൊ നമ്മളൊരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് ഇപ്പൊ മിക്ക ആൾക്കാരും ഒരു പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ സമയത്ത് GST ആവശ്യമില്ലെങ്കിലും GST എടുക്കും. എന്തുകൊണ്ടാ? ആ സ്റ്റാർട്ടിംഗ് ഒരുപാട് എക്സ്പെൻസും ഒരുപാട് പർച്ചേസ് ഒക്കെ ചെയ്യും അല്ലെ? അപ്പൊ അതിന്റെ ഇൻപുട്ട് എല്ലാം ഒരു വലിയ ഹ്യൂജ് എമൗണ്ട് ഇൻപുട്ട് ഉണ്ടാവും. അപ്പൊ ആ ഒരു ഇൻപുട്ട് ഉണ്ടെങ്കിൽ അവർക്ക് പിന്നെ കുറെ മാസത്തേക്ക് ടാക്സ് അടയ്ക്കേണ്ട അവസ്ഥ ഉണ്ടാവത്തില്ല. എല്ലാം ക്ലെയിം എടുക്കാം. ആ ലോജിക്ക് കേട്ടോ. ഓക്കെ, GST വന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ അസറ്റ് മേടിച്ചാൽ ഇത് ലിമിറ്റ് ഉണ്ടായിരുന്നോ? അതിന് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് മാത്രമേ ഇൻപുട്ട് ക്ലെയിം എടുക്കാവോ? അങ്ങനെ ചെയ്ത് ഇപ്പൊ അങ്ങനെയല്ല, ഫുള്ളും ആദ്യം ക്ലെയിം എടുക്കാം. മനസ്സിലായോ? ഫുള്ളും ക്ലെയിം ചെയ്യാം അല്ലെ? ഓക്കെ, അപ്പൊ നമ്മുടെ അത് എന്താണ് സർവീസുമായിട്ട് ഡയറക്റ്റ് തന്നെ വേണം എന്നില്ല. ഓഫീസ് പർപ്പസിന് വാങ്ങുന്നതാണെങ്കിലും നമുക്ക് ഇതിലോട്ട്. അതെ, ക്ലിയർ. ആ ലോജിക്ക് കേട്ടോ. ഓക്കെ, ഹലോ. പറയൂ. ഹലോ. കേൾക്കാം, പറയൂ. ഈ സപ്ലയർ ഇൻവോയ്സ് ഫയൽ ചെയ്യാതെ നമുക്ക് ഇൻപുട്ട് എടുക്കാൻ കഴിയില്ലല്ലോ. അത് GSTR 1 എന്ന് പറയുന്ന റിട്ടേൺ ഫോം ഉണ്ട്. അതിൽ സെല്ലർ സെയില് കസ്റ്റമർക്ക് സെയിൽ നടത്തിയ കാര്യം GSTR 1 എന്ന ഫോമിൽ കാണിച്ചാൽ മാത്രമേ പർച്ചേസർക്ക് ആ ഇൻപുട്ട് ക്ലെയിം എടുക്കാൻ സാധിക്കൂ. അത് നിർബന്ധമാക്കിയത് 19 ഒക്ടോബർ 9 ഒക്ടോബർ മാസം 9-ാം തീയതി മുതൽ മാത്രമാണ് നിർബന്ധമാക്കിയത്. അത് അങ്ങനെ ഇല്ല. ഓക്കെ, അതായത് സപ്ലയർ നമുക്ക് നടത്തിയ കാര്യം. ഒറ്റ മിനിറ്റ്. സപ്ലയർ ഫോർ എക്സാമ്പിൾ ഞാൻ പർച്ചേസ് നടത്തി സപ്ലയറിന് ഇൻപുട്ട് എല്ലാം കൊടുത്തു. ഓക്കെ, പർച്ചേസ് ബില്ല് കയ്യിലുണ്ട്. പക്ഷെ അതിന്റെ ഇൻപുട്ടിന് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? താങ്കൾ ചോദിച്ച ഡൗട്ട് ഇങ്ങനെയായിരുന്നു. സപ്ലയർ അത് ഫയലിംഗ് ചെയ്തിട്ടില്ല എങ്കിൽ അല്ലെ? അതെ. അപ്പോ അവിടെ ചോദ്യം വെച്ചാല് അത് അങ്ങനെ സപ്ലയർ എനിക്ക് നടത്തിയ സെയില് സപ്ലയറിന്റെ GSTR 1 എന്ന ഫോമിൽ ഫയലിംഗ് ചെയ്തില്ലെങ്കിൽ എനിക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. അത് നിർബന്ധമാക്കിയത് കഴിഞ്ഞ വർഷം ഒക്ടോബർ 9-ാം തീയതി മുതലാണ്. 2019 ഒക്ടോബർ 9-ന് മുമ്പ് 17 ജൂലൈ 1 മുതൽ 2019 ഒക്ടോബർ 8-ാം തീയതി വരെയും പർച്ചേസ് നടത്തിയ ഇൻപുട്ട് സപ്ലയർ ഫയലിംഗ് ചെയ്തിട്ടില്ലെങ്കിലും കസ്റ്റമറിന് ക്ലെയിം എടുക്കാം. ഒരു പ്രോബ്ലവും ഇല്ല. ക്ലിയർ? ഓക്കെ. നമ്മളിപ്പോ ഒരു സാധനം വാങ്ങിച്ച് കഴിയുമ്പോ നമ്മള് വാങ്ങിച്ച കടക്കാരൻ നമുക്ക് GST ബില്ല് തന്നു. നമ്മൾ ക്ലെയിം ചെയ്യുന്നില്ല എന്ന് വിശ്വസിച്ച് പുള്ളി അത് ക്യാൻസൽ ചെയ്തെങ്കിൽ നമുക്ക് ആ ബില്ല് ക്ലെയിം ചെയ്യാൻ പറ്റുമോ? ഇല്ലല്ലോ. അതല്ലേ ഇപ്പൊ പറഞ്ഞത്. അതായത് സപ്ലയർ നമ്മളിപ്പോ ഒരു വാഷിംഗ് മെഷീൻ വാങ്ങിച്ചു. എനിക്ക് GST ബില്ലും തന്നു. ഞാനൊരു സാധാ കസ്റ്റമറാണ്. എനിക്ക് GST നമ്പർ ഇല്ല എന്ന് കരുതി, ക്ലെയിം ചെയ്യില്ല എന്ന് കരുതി അയാൾ ആ സെയില് ക്യാൻസൽ ചെയ്തെങ്കിൽ, ടാക്സ് ഡിഡക്ഷനോ എന്തിനൊക്കെ വേണ്ടി സെയിൽ ക്യാൻസൽ ചെയ്തെങ്കിൽ എനിക്ക് ഈ ബില്ല് ക്ലെയിം ചെയ്യാൻ പറ്റില്ലല്ലോ. അല്ല, താങ്കൾക്ക് അല്ലെങ്കിലും ക്ലെയിം കിട്ടത്തില്ലല്ലോ. താങ്കൾ ഒരു അൺടേസ്റ്റഡ് ആയ ഒരു അൾട്ടിമേറ്റ് കൺസ്യൂമർ അല്ലേ? താങ്കൾ ആ വാഷിംഗ് മെഷീൻ മേടിച്ച് വീട്ടിലേക്ക് മേടിച്ചതല്ലേ? എനിക്ക് GST ഇല്ല എന്ന് കരുതി, GST രജിസ്ട്രേഷൻ ഇല്ല എന്ന് കരുതിയിട്ടാണ് അയാൾ ചെയ്തതെങ്കിൽ താങ്കൾ ശരിക്കും GST ഓൾറെഡി ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹം സപ്ലയർ ക്യാൻസൽ ആക്കിയെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ 9-ാം തീയതി ഒക്ടോബർ 19 അതിനുശേഷമാണെങ്കിൽ ക്ലെയിം ചെയ്യാൻ സാധിക്കത്തില്ല. ക്ലിയർ? താങ്കളുടെ ഇൻപുട്ട് നഷ്ടപ്പെട്ടു. മനസ്സിലായോ? സപ്ലയർ ചെയ്താൽ മാത്രമേ ഇൻപുട്ട് ക്ലെയിം എടുക്കാവൂ കേട്ടോ. ഓക്കെ. അപ്പൊ നമ്മൾ കടക്കാരനോടും എന്ത് ഇൻപുട്ട് ക്ലെയിം എടുക്കാനോ? ഒരു ഇൻപുട്ടിന്റെ ഇതില് 1 ഇയർ അല്ലെങ്കിൽ ലൈഫ് ലോങ് ഒരു കണ്ടീഷൻ പറഞ്ഞില്ലേ? അതെന്തിനാണ്?
അതെന്ന് വെച്ചാല് നമ്മളിപ്പോ നമ്മുടെ എല്ലാ കണ്ടീഷനും ഇൻപുട്ട് ക്ലെയിം എടുക്കേണ്ട എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തിട്ട് നമ്മൾ ആ പർച്ചേസ് ബില്ല് ഇൻപുട്ട് എമൗണ്ട് GSTR 3B എന്ന ഫോമിൽ കാണിച്ച് 3Bയിൽ ആ ഇൻപുട്ട് നമ്മൾ അവൈൽ ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ട് പേരുണ്ട്, ഇൻപുട്ട് അവൈൽമെന്റും ഇൻപുട്ട് യൂട്ടിലൈസേഷനും. ക്ലിയർ? ഇൻപുട്ട് നമ്മൾ അവൈൽ ചെയ്യും, അതുപോലെ നമ്മൾ ഇൻപുട്ട് യൂസ് ചെയ്യും. യൂട്ടിലൈസേഷൻ രണ്ടാണ്. നമ്മൾ 3B എന്ന ഫോം ഉണ്ട്, മന്ത്ലി ചെയ്യേണ്ട ഫോം 3B. ആ 3Bയിൽ നമ്മൾ പർച്ചേസിലെ ഇൻപുട്ട് നമ്മൾ 3Bയിൽ കാണിച്ചാൽ മീനിങ് അവൈൽ ചെയ്തു. ഓക്കെ, നമ്മുടെ ലെഡ്ജർ ബുക്കിലേക്ക് ആ ഇൻപുട്ട് വന്ന് കിടക്കും. ഓക്കെ, ക്ലിയർ? എന്നാൽ നമുക്ക് അങ്ങനെ ലെഡ്ജർ ബുക്കിൽ വന്ന് കിടന്നു, അത് യൂസ് ചെയ്യാൻ ലൈഫ് ലോങ് എപ്പോഴോ യൂസ് ചെയ്യാം. എന്നാൽ നമ്മൾ പർച്ചേസ് നടത്തിയ ബില്ല് പ്രകാരം ആ ഇൻപുട്ട് 3Bയിൽ നമ്മൾ അവൈൽ ചെയ്തില്ല, 3Bയിൽ കാണിച്ചിട്ടില്ല എങ്കിൽ ആ പർച്ചേസ് ബില്ലിലുള്ള ഇൻപുട്ട് കാണിക്കുന്നതിനുള്ള സമയപരിധി 1 വർഷമാണ്. ഓക്കെ, 3Bയിൽ കാണിച്ചാൽ പിന്നെ ആ ഇൻപുട്ട് അവിടെ കിടക്കും ലെഡ്ജർ ബുക്കിൽ, എന്നോണം ക്ലെയിം എടുക്കാം. ക്ലിയർ? കാണിക്കാതിരുന്നാൽ ആ പർച്ചേസ് ബില്ല് അന്ന് മിസ്സായി പോയി, സോ കാണിച്ചില്ല, അങ്ങനെയാണെങ്കിൽ അതിന് സമയപരിധി ഉണ്ട്. ക്ലിയർ? കാണിക്കാനുള്ള വർഷം 1 ഇയർ അല്ലേ? 1 ഇയർ മീൻസ് ഫോർ എക്സാമ്പിൾ ഇപ്പോ 2020-21 ഫിനാൻഷ്യൽ ഇയറിൽ ഇപ്പോ 2020 ഏപ്രിൽ ടു 2021 മാർച്ച് അല്ലെ, ഈ ഫിനാൻഷ്യൽ ഇയറിലെ ഒരു പർച്ചേസ് ഇൻപുട്ട് ക്ലെയിം എടുക്കുന്നതിനുള്ള അവസാന ഡേറ്റ് 2021 സെപ്റ്റംബർ മാസത്തെ 3B ചെയ്യുന്ന ഡേറ്റ്. ക്ലിയർ? സെപ്റ്റംബർ മാസത്തെ 3B ചെയ്യുന്ന ഡേറ്റ് അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ ഇയറിന്റെ GSTR 9 ചെയ്യുന്ന ഡേറ്റ്, വാർഷിക റിട്ടേൺ, ഇതിൽ ഏത് ആദ്യം വരുന്നു അതായിരിക്കും ലാസ്റ്റ് ഡേറ്റ് കേട്ടോ. ഇതൊക്കെ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പഠിക്കേണ്ട ഒരു ഏരിയാസ് കേട്ടോ. ഓക്കെ, ക്ലിയർ? അപ്പൊ ഇതാ നമ്മുടെ ഓക്കെ. അപ്പൊ ഇതിനകത്ത് ഈ 2 എക്സാമ്പിളൂടെ ഉണ്ട് കേട്ടോ ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോ അതും കൂടെ നിങ്ങൾ ചെയ്തേക്കണം. ഞാൻ ഇതിന്റെ എന്തായാലും ഈ പവർ പോയിന്റ് നിങ്ങൾ സെൻഡ് ചെയ്തേക്കാം വാട്സ്ആപ്പ് ഗ്രൂപ്പില്. ഓക്കെ, നമ്മൾ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യുന്നു. ഓക്കെ, ക്ലിയർ? അപ്പോൾ നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട് സംശയം വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ചോദിക്കാം. ഈ പവർ പോയിന്റും ഈ ക്ലാസ്സിന്റെ വീഡിയോ എന്ത് ചെയ്യും, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും കേട്ടോ. ഓക്കെ, ക്ലിയർ? ഹലോ ആ 1 മിനിറ്റ്. പിന്നെ സാറേ, എന്റെ സംശയം എന്നറിയോ, ഞാന് എന്താണ് ബികോം എല്ലാം കഴിഞ്ഞ് ഇപ്പൊ എനിക്ക് എന്താ അക്കൗണ്ട്സ് എല്ലാം അറിയാം. കുറച്ചാൾ ഗൾഫിലൊക്കെ എന്താ വർക്ക് ചെയ്ത്, ഇപ്പം ഗൾഫിലെ ജോലിയൊക്കെ കഴിഞ്ഞ് ഇപ്പൊ ഇവിടെ വന്നിരിക്കുകയാണ്. അപ്പം നമുക്കിപ്പം ഈ ടാക്സ് കൺസൾട്ടന്റ് ആയിട്ട് ജോലി ചെയ്യണമെന്ന് ഒരു ഇതുണ്ട്. അപ്പൊ നമുക്ക് ഓഫീസൊക്കെ ഇടണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സാണ് വേണ്ടത്? അങ്ങനെ ഇപ്പൊ ടാക്സിന്റെ കൺസൾട്ടൻസി വർക്ക് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഒരു ക്വാളിഫിക്കേഷൻ ആവശ്യമില്ല. GSTന്റെ വർക്ക് ആർക്കും ചെയ്യാം. ഒരു ഓഫീസ് ഇടുക, നോർമൽ കേസിൽ ഓഫീസ് ഇടുക, അത്ര മാത്രമേ ഉള്ളൂ. അതിൽ പ്രത്യേകിച്ച് ലൈസൻസ് ഒന്നും ആവശ്യമില്ല. GST ഒരു വർഷം കംപ്ലീറ്റ് ആവുമ്പോൾ GST ഓഡിറ്റ്, GSTR 9C, ആ ഓഡിറ്റ് മാത്രം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. അത് ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ കോസ്റ്റ് മാനേജ്മെന്റ് അക്കൗണ്ടന്റ്, CA or CMA, അവർക്ക് ചെയ്യാൻ സാധിക്കൂ. 9C ഓഡിറ്റ് അല്ലാതെയുള്ള GSTയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ആർക്കും ചെയ്യാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ, സോ താങ്കൾ സ്വന്തമായിട്ട് ഓഫീസ് തുടങ്ങിയിട്ട് എന്ത് ചെയ്യാം, ആ വർക്ക് എടുത്ത് ചെയ്യാം. മനസ്സിലായോ? അല്ല സാറേ, എന്താണെന്നറിയോ, നമുക്കിപ്പം എന്താ ഓഡിറ്റേഴ്സ് ഒക്കെ നമുക്ക് എന്താ പറയുന്നത്, നമ്മൾ നേരത്തെ ഓഡിറ്റേഴ്സിന്റെ കൂടെ വർക്ക് ഒക്കെ ചെയ്തിട്ടുള്ളതാ. അപ്പം അവരുടെ എല്ലാ സപ്പോർട്ട് നമുക്കുണ്ട്. ഓക്കെ, അല്ല പിന്നെ നമുക്ക് വേണ്ടെന്ന് പറഞ്ഞാല് ഇപ്പൊ നമുക്ക് ഇപ്പം ഈ ടാക്സ് പ്രാക്ടീഷണർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ലൈസൻസിന്റെ ആവശ്യമുണ്ടോ? ഇപ്പൊ നമുക്ക് ഒരു ഓഫീസ് ഇടണമെങ്കിൽ അതല്ല, ഇപ്പൊ നമുക്കിപ്പോ ഒരു ടൗണില് നമുക്കിപ്പോ നമുക്ക് ഒരു ഓഫീസ് ഇടണമെങ്കിൽ അതിന് ഒരു രജിസ്ട്രേഷൻ നമ്പർ ഒക്കെ വേണ്ടേ? അപ്പൊ അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണ്ടത്? നോർമൽ ഒരു ഓഫീസ് ഇടാനായിട്ട് വേണ്ടത് മുനിസിപ്പാലിറ്റി ലൈസൻസ് മാത്രം മതി, വേറൊന്നും വേണ്ട. മനസ്സിലായോ? അതല്ല, മുനിസിപ്പാലിറ്റി ലൈസൻസിന് ഇപ്പൊ നമ്മളിപ്പോ ഒരു ടാക്സ് പ്രാക്ടീഷണർ ആയിട്ട് ചെയ്യണമെങ്കിൽ എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണം? താങ്കൾ പ്രാക്ടീഷണർ അല്ല. ഹലോ, ഓക്കെ, അല്ല ഇപ്പൊ നമ്മുടെ
പ്രാക്ടീഷണർ ആവേണ്ട ആവശ്യമില്ല GST വർക്ക് ചെയ്യാനായിട്ട്. ഓക്കെ, GST പ്രാക്ടീഷണർ എന്ന് പറയുന്ന ലോജിക്ക് ഇപ്പൊ നിലവിലില്ല. ഓക്കെ, ഹലോ ഹലോ. എല്ലാ ദിവസവും പിന്നെ ഏതൊക്കെ ദിവസമാണ് ക്ലാസ് ഉണ്ടാവുന്നല്ലോ? സൺഡേ ഉണ്ടാവില്ല, സാറ്റർഡേ വരെ. പിന്നെ ടൈമിംഗ് ഈ സെയിം ടൈം 8 to 9. 8 to 9 അല്ലേ? എല്ലാവർക്കും സാറ്റിസ്ഫൈഡ് ആയ ടൈം തന്നെയാണ് ഏകദേശം. അതെ, ഈ സമയത്തെ ക്ലാസ് ടെർമിനേറ്റ് ആയി. ഏതാ? അല്ല, ഈ സമയത്ത് എല്ലാവർക്കും ഒരു ഫ്രീ ആവുന്ന ടൈമാണ് 8 to 9. കുഴപ്പമില്ലാത്ത ടൈമാണ്. ഹലോ. സാറേ, ഹലോ. 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 കേൾക്കാം. അല്ല സാറേ, എന്റെ അല്ല കേൾക്കാമല്ലോ അല്ലേ? അല്ല, എന്റെ ഡൗട്ട് എന്ന് പറഞ്ഞാല് ഇപ്പൊ എനിക്കിപ്പോ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഇപ്പൊ എന്റെ ഒരു ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ BCom പാസ്സായിട്ടുള്ള ഇതേ ഉള്ളൂ. പക്ഷേ അപ് ടു ഫൈനലൈസേഷൻ എന്താ പറയുക എനിക്കെല്ലാം അറിയാം. എന്താ പറയുക, ഞാൻ പറഞ്ഞാൽ ഓഡിറ്റേഴ്സിന്റെ കൂടെ പോയി എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്കിപ്പോ ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഉറപ്പായിട്ടും GST ആയിട്ട് ഉറപ്പായിട്ടും പറ്റും. എന്നതല്ല, പക്ഷെ ഈ ഓഫീസ് ഒരു രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കുമല്ലോ, ആ രജിസ്ട്രേഷൻ നമ്പർ നമ്മളെ എന്താ പറയുക എങ്ങനെ ചെയ്യാൻ പറ്റും? എല്ലാ ഓഫീസും ഒരു രജിസ്ട്രേഷൻ നമ്പർ എന്താ ഉണ്ടല്ലോ. എന്റെ ഓഫീസിനുമുണ്ട്. ഹലോ. അത് എന്റെ ഓഫീസിനുമുണ്ട്. അത് മുനിസിപ്പാലിറ്റി കിട്ടുന്ന നമ്പറാണ്. അല്ല, അതല്ല, അതിനെന്തെങ്കിലും ബേസിക് ക്വാളിഫിക്കേഷൻ ഉണ്ടോ? ഇപ്പൊ നമുക്കിപ്പോ GST പ്രാക്ടീഷണർ ആയിട്ട് അതിന്റെ ടെസ്റ്റ് പാസ്സാകണം, അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. GST പ്രാക്ടീഷണർ എക്സാം ഉണ്ട്. ആ എക്സാം പാസ്സാകണമെങ്കിൽ, ആ എക്സാം ചെയ്യണമെങ്കിൽ കൊമേഴ്സ് ഗ്രാജുവേഷൻ വേണം. ഓക്കെ, BCom or BBA വേണം, നിർബന്ധമാണ്. ഓക്കെ. അതല്ല സാറേ, ഇപ്പൊ ഞാനിപ്പോ കൊമേഴ്സ് ഗ്രാജുവേറ്റ് ആണ്. അപ്പം ഈ GST പ്രാക്ടീഷണർ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ് എനിക്ക് കിട്ടണമെങ്കിൽ എന്താ ചെയ്യേണ്ടത്? അത് ഇല്ലാതെ എനിക്കൊരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുമോ? ഒരൊറ്റ മിനിറ്റ്. ഓക്കെ, മിണ്ടരുത് ഇങ്ങോട്ട്. ഞാൻ അങ്ങോട്ട് പറയാം, കേൾക്കുക പ്ലീസ്. ഓക്കെ, അതായത് GST പ്രാക്ടീഷണർ ആയാൽ മാത്രമേ നമുക്ക് GST ചെയ്യാൻ സാധിക്കൂ. അങ്ങനെ ആയിരുന്നു ആദ്യമൊക്കെ റൂള്. അതിന് നമുക്ക് കൊമേഴ്സ് ഗ്രാജുവേഷൻ ഉണ്ടെങ്കിലേ നമുക്ക് ചെയ്യാൻ സാധിക്കൂ. പക്ഷേ ഇപ്പോ GST പ്രാക്ടീഷണർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഇപ്പൊ ഇല്ല. GST അറിയുന്ന എല്ലാവർക്കും GST ചെയ്യാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ. പണ്ട് വാറ്റ് സർവീസ് ടാക്സ് സമയത്ത് പ്രാക്ടീഷണർ ആയിരുന്ന ആൾക്കാര് ഓട്ടോമാറ്റിക്കായി ഇപ്പൊ GSTയിലേക്ക് പ്രാക്ടീഷണറായി മാറി. അവർക്ക് അത് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആ എക്സാം ഇപ്പൊ കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അവർ ആ എക്സാം അറ്റൻഡ് ചെയ്യുക. അല്ലാതെ നോർമൽ കൊമേഴ്സ് ഗ്രാജുവേഷനുള്ള നമുക്കൊന്നും ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ഇപ്പൊ സാധിക്കത്തില്ല. ക്ലിയർ? ഫ്യൂച്ചറിൽ വരാം എന്ന് പറയുന്നുണ്ട്. നിലവിൽ ജസ്റ്റ് 10ാം ക്ലാസ്സുകാരനാണെങ്കിൽ പോലും GST ഫയലിംഗ് വർക്ക് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കും. ക്ലിയർ? ഓക്കെ. അതല്ല സാറേ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നു, നമുക്കിപ്പം ഞാനിപ്പം എന്താ പറയുക, കോട്ടയം ജില്ലയാ. ഇപ്പൊ നമുക്കിപ്പോ ചങ്ങനാശ്ശേരിയിൽ ഒരു ഓഫീസ് എടുത്ത് രജിസ്റ്റേർഡ് ടാക്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ ഒരു ബോർഡ് വെക്കാൻ പറ്റുമോ? എന്റെ സ്ഥലം ട്രിവാൻഡ്രത്താ, എന്റെ ഓഫീസ് മലപ്പുറത്താ. ഒരു പ്രോബ്ലം ഇല്ല. ഭയങ്കര വിളിച്ച്. ഓക്കെ. ഹലോ. ഹലോ. അല്ല സാറേ, ഇപ്പൊ ഞാൻ ചോദിച്ചത്, ഞാനിപ്പം BCom പാസ്സായിട്ടുണ്ട്. ഇപ്പൊ നമുക്കിപ്പോ അപ്ഗ്രഡേഷൻ വരെ ഞാനിപ്പം CA-കാരന്റെ കൂടെയും ടാക്സ് മാഷോടൊക്കെ നിന്ന് ഉള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അല്ലാതെ തന്നെ ഞാനിപ്പോ ഒരു 10-15 വർഷം ദുബായിൽ അക്കൗണ്ടായിട്ട് ഇരുന്ന എന്താ പറയുക ആളാണ്. അപ്പൊ നമുക്കിപ്പോ ചങ്ങനാശ്ശേരിയിലോ കോട്ടയത്ത് ഒരു ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ല. അല്ല അപ്പൊ അവര് ടാക്സ് പ്രാക്ടീസ് ലൈസൻസ് എന്നുള്ള ഒരു സംഭവം ഇല്ലേ? അപ്പൊ അതിന് നമുക്ക് കിട്ടാനായിട്ട് എന്താ ചെയ്യേണ്ടത്? അപ്പൊ അതില്ലാതെ ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്നുള്ള എന്റെ ചോദ്യം. പുള്ളിക്കാരൻ ചോദിക്കുന്ന വെച്ച് കഴിഞ്ഞാൽ, ഒരു നിമിഷം, പുള്ളിക്കാരൻ ചോദിക്കുന്ന വെച്ചാൽ നമ്മുടെ ഈ നോർമൽ CA-കാർ ചെയ്യുന്നവർക്ക് അവർക്ക് CA-യുടെ എന്താണ് സർട്ടിഫിക്കേഷൻ ഉണ്ട്. നമ്മള് ഇപ്പൊ CA-യുടെ ഇതില്ലാത്തവർ ചെന്ന് വർക്ക് എടുക്കുമ്പോഴത്തേക്ക് അത് പ്രശ്നം ഉണ്ടാവുന്നുണ്ട്. അതുപോലെയാണ് പുള്ളിക്കാരൻ ചോദിക്കുന്നത്, എനിക്ക് ഈ GST ആ ഒരു ലെവലിലെ സർട്ടിഫിക്കേഷൻ ഇല്ലാണ്ട് ചെന്ന് വർക്ക് എടുക്കുന്നതിന് എന്തെങ്കിലും ലീഗലി പ്രശ്നമുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. പക്ഷെ അതിനുള്ള ഉത്തരം ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഇവിടെ.
മൂന്ന് പേർക്ക് ചെയ്യാം. GST വർക്ക് 3 പേർക്ക് ചെയ്യാം. ഒന്നാമത്തെ ആള് CA or CMA പ്രൊഫഷൻ കയ്യിലുള്ള വ്യക്തി ധൈര്യമായിട്ട് ചെയ്യാം. നമ്മൾ അതല്ല. ഓക്കെ, വിട്ടു. രണ്ടാമത്തെ ആള് GST പ്രാക്ടീഷണർ. നമ്മൾക്ക് ആ എക്സാം ഇപ്പൊ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല, അത് നിലവിൽ നടത്തുന്നില്ല നമുക്ക്. ഓക്കെ, അതും ലീവ് ചെയ്തു. ക്ലിയർ. മൂന്നാമത്തെ ആളെ കാറ്റഗറിയിൽ നമ്മൾ വരും. ആ മൂന്നാമത്തെ ആളാണ് സ്വന്തം ബിസിനസ് ഓണർ. ഓക്കെ, എനിക്ക് ബിസിനസ് ഉണ്ടെങ്കിൽ എനിക്ക് ആ GST സ്വന്തമായിട്ട് ചെയ്യാം, ആരെയും ഏൽപ്പിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, സോ നമുക്ക് താങ്കൾക്ക് GST ചെയ്യാൻ അറിയാമെങ്കിൽ താങ്കൾക്ക് ഏതെങ്കിലും മറ്റുള്ള സ്ഥാപനങ്ങളുടെ വർക്ക് താങ്കൾ എടുത്ത് ചെയ്യാം. അതിന് പ്രത്യേക ലൈസൻസ് ഒന്നും ആവശ്യമില്ല. ക്ലിയർ? അല്ല ഇപ്പൊ സാറേ, അതല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ലൈസൻസ് ആയിട്ട് കറക്റ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ള. ഇപ്പൊ അതിനിപ്പോ നമുക്ക് ഓഫീസ് എടുത്തിട്ട് നമുക്കൊരു ബോർഡൊക്കെ വെച്ച് ചെയ്യാൻ പറ്റുമോ? നമുക്കിപ്പോ ഒരു ഓഫീസെല്ലാം എടുത്തിട്ട് കൺസൾട്ടന്റ് ബോർഡ് വെച്ചിട്ട്, അല്ല ഞാൻ ചോദിക്കുന്നത്, നമുക്കൊരു കൺസൾട്ടന്റ് ബോർഡ് വെച്ചിട്ട് നമുക്ക് കൺസൾട്ട്, അതായത് ഞാൻ പറയാം എന്തോ സാറേ ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഒരു കൺസൾട്ടന്റ് ബോർഡ് വെച്ചിട്ട് നമുക്ക് ഇതിന്റെ പേരിൽ ഒരു കറണ്ട് അക്കൗണ്ട് എടുത്ത് ചെയ്യാൻ പറ്റുമോ? പറ്റും, ഷുവർ. ഇപ്പം നമുക്കൊരു ഓഫീസ് എടുത്തിട്ട് ഒരു കറണ്ട് അക്കൗണ്ട് എടുത്തിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടുന്ന കാശും കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുമോ? പറ്റും. എന്തോ സാറേ ചെയ്യാൻ പറ്റും കേട്ടോ. അങ്ങനെ അതല്ല അപ്പൊ ഇതിനകത്തൊരു രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കത്തില്ലേ? രജിസ്ട്രേഷൻ നമ്പർ ചോദിക്കത്തില്ലേ? അപ്പൊ അതിനകത്ത് നമുക്ക് രജിസ്ട്രേഷൻ നമ്പർ വെക്കേണ്ട ഒരു ഓപ്ഷൻ ഇല്ലേ? അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അതിനകത്ത് ഒരു ലീഗലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. മനസ്സിലാവുന്നില്ല. ഇതിപ്പോ നമുക്ക് നോർമലി വേണ്ട. അതിന് നമ്മളിപ്പോ ഒരു ബോർഡ് വെക്കുമ്പോഴത്തേക്കും എന്ത് കാര്യത്തിന് ഒരു രജിസ്ട്രേഷൻ നമ്പർ കാണും. അതല്ല ഇപ്പൊ നമ്മൾ ടാക്സ് പ്രാക്ടീഷണർ എന്ന് പറഞ്ഞ് വെക്കുക. അപ്പൊ രജിസ്ട്രേഷൻ നമ്പർ ഇല്ലെങ്കിൽ നമ്മളെ മുനിസിപ്പാലിറ്റിയുടെ രജിസ്ട്രേഷൻ നമ്പർ കിട്ടുമോ? ഒരു കാര്യമുണ്ട്. കിട്ടും. സാറ് പറ, ബാക്കി ആൾക്കാർ പറയേണ്ട കാര്യമില്ല. പറയുന്നുണ്ട്.